1.5 വയസ്സിൽ ചങ്ങനാശ്ശേരി തെരുവിൽ ഒരു ലോറിയുടെ മുൻപിലേക്ക് ഒരു ഭ്രാന്തിയാകുന്ന അമ്മ വലിച്ചെറിഞ്ഞ് ലോറിയുടെ കീഴിൽ നിന്ന് ഒരു പോലീസുകാരൻ വലിച്ചെടുത്ത് ചങ്ങനാശ്ശേരി മീൻ കച്ചവടം ചെയ്യുന്ന ഒരു മീൻ കച്ചവടക്കാരൻ ആ കുഞ്ഞിനെ മേടിച്ചു കൊണ്ടുപോയി സന്തോഷം എന്ന് പേരിട്ട് അതിനെ വളർത്തി വലുതാക്കി ഇന്ന് പകൽക്കാലം ഈ ദൈവസഭയ്ക്കകത്ത് വന്ന് ആമേന്റെ 3 കുഞ്ഞുങ്ങളുടെ പിതാവായി 46 വയസ്സുള്ളവനായി നിങ്ങളുടെ മുൻപിൽ എൻ്റെ യേശുവിനെ ഉയർത്തുമ്പോൾ എനിക്ക് വിളിച്ചു പറയുവാൻ കഴിയുന്നത് ആമേൻ കരയുവാൻ മറന്നുപോയ ഒരമ്മ ഒരു കുഞ്ഞിനെ വലിച്ചെറിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ ആമേൻ അതിനകത്തുനിന്ന് വലിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് പോകുവാൻ ദൈവം മറ്റൊരു മാതാവിനെയും പിതാവിനെയും ചങ്ങനാശ്ശേരിക്കകത്ത് കൊണ്ടുവന്ന ആ ദൈവത്തെ സ്തുതിക്കുകയാണ്. പെട്ടെന്ന് ഭ്രാന്തിന്റെ ആധിക്യം കൂടി കുഞ്ഞിനെ മൂത്തവനെ കൈനീട്ടി അടിച്ച് അടികൊണ്ട് കുഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടി മാറുമ്പോൾ അമ്മയുടെ മടിയിരിക്കുന്ന 1.5 വയസ്സുകാരനെ പഴയതുപോലെ മാതാവ് കൈനീട്ടി അടിച്ച് ആമെ കൈ കിട്ടുന്നത് കൊണ്ട് അടിച്ച് കുഞ്ഞ് വല്യഭാവിൽ കരഞ്ഞ് ആമെ 4 വർഷത്തേക്ക് ചങ്ങനാശ്ശേരി വാഹനം പറഞ്ഞു വിടുമ്പോൾ ഭ്രാന്തിന്റെ ആധിക്യത്താൽ ആമെ താൻ അടിച്ച് കരയുന്ന തൻ്റെ 1.5 വയസ്സുള്ള ആ കൊച്ചു കുഞ്ഞിനെ താൻ കയ്യിലെടുത്തിട്ട് ഉയർത്തിപ്പിടിച്ച് ഒരു ദാക്ഷിണ്യമില്ലാതെ ചങ്ങനാശ്ശേരി തെരുവിലേക്ക് ഈ കുഞ്ഞിനെ വലിച്ചെറിയുവാനിടയായി. യുവജനമേ, പോലീസുകാരൻ 4 വശത്തേക്ക് വാഹനം പറഞ്ഞു വിടുമ്പോൾ കിഴക്കുന്ന് പടിഞ്ഞാറേക്ക് ട്രാഫിക്കിൽ കയറി വരുന്ന ഒരു ലോറി ഡ്രൈവർ ലോറി ഓടിച്ചുകൊണ്ട് വരുന്ന ആ ലോറിയുടെ മുൻപിലേക്ക് ഈ അമ്മ അടിച്ച് കരയുന്ന കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് കുഞ്ഞ് തെറിച്ച് ചെന്ന് അപ്പോൾ ഒരു സ്ഥാനം തൻ്റെ ഭാര്യയും ആ കൊച്ചു കുഞ്ഞുമായി ചങ്ങനാശ്ശേരി തിങ്ങിക്കിടക്കുന്ന വാഹനക്കിടയിലൂടെ ഓടി അകലുമ്പോൾ ചിന്ന ജനമേ, ഭ്രാന്തിയാകുന്ന മാതാവും ആമെ 4 വയസ്സുള്ള മകനും എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു കുഞ്ഞിനെ കൊണ്ടുപോട പുറകെ കരഞ്ഞുകൊണ്ട് ഓടുവാൻ തുടങ്ങി. ചിന്ന ജനമേ, ചങ്ങനാശ്ശേരിയിൽ തിങ്ങിക്കിടക്കുന്ന വാഹനക്കിടയിലൂടെ അവരെ കൊച്ചു കുഞ്ഞുമായിട്ട് ഓടി എങ്ങോ മറയുവാനിടയായി. മന്ത്രവാദത്താൽ ഇവളും തലമുറകളും അവകാശത്തിന് വരാതിരിക്കുവാൻ അമ്മയ്ക്ക് തലയ്ക്ക് സ്ഥിരമില്ലാതാക്കി തെരുവിനകത്തൂടെ എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങളെ കടത്തിണ്ണകളിൽ കിടന്നുറങ്ങി. ആമൻ അല്പം ആഹാരം പോലും കൊടുക്കുവാൻ വകയില്ലാതെ ആമൻ ജീർണിച്ച വസ്ത്രമിട്ടുകൊണ്ട് എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങളുമായി തെരുവോരത്തിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടന്ന അന്നത്തെ ആ മാതാവിൻ്റെ കയ്യിൽ നിന്ന് അന്ന് രാത്രി തിരുവല്ല പട്ടണത്തിൽ ഒരു കടത്തിണ്ണയിൽ 4 വയസ്സുകാരനെ 1.5 വയസ്സുകാരനെ കെട്ടിപ്പിടിച്ച 4 വയസ്സുകാരനെ കൂടെ കടത്തി തിരുവല്ലയുടെ തെരുവോരങ്ങളിൽ ഒരു ഭ്രാന്തിയും 2 കുഞ്ഞുങ്ങളും കിടന്നുറങ്ങിയ ഒരു കാലഘട്ടം. ഹല്ലേലൂയ. ഈ ഭ്രാന്തി തെരുവിനകത്തുനിന്ന് കൃപയുടെ പ്രഭാഷകനായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ എനിക്ക് വിളിച്ചു പറയുവാൻ കഴിയുന്ന ഒരു വലിയ സത്യം. കരയാൻ മറന്നുപോയ ഒരു സ്ത്രീയെ ഞാൻ നിങ്ങളൊന്ന് വേഗത്തിൽ പരിചയപ്പെടുത്താം. ജീവിതത്തിൽ കരയുവാൻ മറന്നുപോയൊരു സ്ത്രീ മന്ത്രവാദത്താൽ ക്ഷുദ്രപ്രയോഗത്താൽ തലയ്ക്ക് സ്ഥിരമില്ലാതാക്കി ഒരു കൂട്ടുകുടുംബത്തിനകത്തുനിന്ന് 6 മക്കളുള്ള ഒരു കുടുംബത്തിലെ ആമേൻ ഒരു ഭർത്താവും ആ കുടുംബത്തിലെ മാതാവിനും പിതാവിനും 6 മക്കൾ. മൂത്തത് പെൺമകൾ, ഇളയത് പെൺമകൾ, നടുക്ക് 4 ആൺമക്കൾ. ഈ കുടുംബത്തിലെ ആമേൻ ഏറ്റവും ഇളയ മകളെ അന്നത്തെ കാലത്ത് കുട്ടനാടിൻ്റെ ഉൾപ്രദേശത്തേക്ക് എടുത്ത് താമസിക്കുന്ന ആ കുടുംബത്തിനകത്തുനിന്ന് കുട്ടനാടിൻ്റെ ഉൾപ്രദേശത്തേക്ക് വിവാഹം ചെയ്ത് അയക്കപ്പെട്ട അന്നത്തെ ആ കുടുംബത്തിലെ ഏറ്റവും ഇളയ മകൾ. ദൈവജനമേ, തന്നെ വിവാഹം ചെയ്ത് അയച്ച് തനിക്ക് 4 വയസ്സുള്ളൊരു ആൺകുഞ്ഞും 1.5 വയസ്സുള്ളൊരു ആൺകുഞ്ഞും ഈ പ്രായത്തിൽ തലമുറകളായപ്പോൾ ഭർത്തൃവീട്ടുകാർ ഭർത്താവില്ലാതെ വണ്ണം ഈ സ്ത്രീയെ ഉപേക്ഷിക്കുവാനിടയായി. എന്ന് പറഞ്ഞാൽ ഭർത്താവില്ലാതെ ഭർത്തൃവീട്ടുകാർ ആമേൻ പിതാവില്ലാതെ വണ്ണം ഈ 2 മക്കളെയും ആ മേഖലയിൽ ഈ ഭാര്യയെയും 2 കുഞ്ഞുങ്ങളെയും കൂടെ ഗൂഢമായിട്ട് ഉപേക്ഷിക്കുവാനിടയായി. ഉപേക്ഷിക്കപ്പെട്ട സഹോദരി 1.5 വയസ്സുകാരനെ ഒക്കത്തെടുത്ത് 4 വയസ്സുകാരനെ കൈക്ക് പിടിച്ചുകൊണ്ട് ആമേൻ താൻ കൂട്ടുകുടുംബത്തിലേക്ക് സഹോദരന്മാരും അവരുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും മാതാവും പിതാവുമായിരിക്കുന്ന തൻ്റെ കൂട്ടുകുടുംബത്തിലേക്ക് കുഞ്ഞുങ്ങളുമായിട്ട് 2 കുഞ്ഞുങ്ങളുമായി കൈക്കുഞ്ഞുങ്ങളുമായിട്ട് താൻ ഉപേക്ഷിക്കപ്പെട്ട ഈ വാത്സല്യ സഹോദരി മടങ്ങി വരുവാനിടയായി. കാര്യകാരണത്തിലേക്കൊന്നും പോകാതെ മാതാവും പിതാവും സഹോദരങ്ങളും
ആമേൻ ഇളയ മകളെയും 2 കുഞ്ഞുങ്ങളെയും സന്തോഷത്തോടെ കൈക്കൊണ്ട് ദൈവജനമേ ആ വീടിനകത്ത് ജോലി ചെയ്ത് ആ വീടിനകത്ത് താനും കുഞ്ഞുങ്ങളും ഒതുങ്ങിക്കൂടുവാനിടയായി. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. തൻ്റെ നേരെ മൂത്ത സഹോദരന്മാരിൽ തൻ്റെ നേരെ മൂത്ത ആങ്ങള 5-ാമത്തെ സഹോദരന് ഇളയ സഹോദരി ഏറെ ഇഷ്ടമായതുകൊണ്ട് അന്നത്തെ കാലത്ത് ചെറിയൊരു സ്വർണ്ണമാല മേടിച്ചു കൊടുത്തു. സ്വർണ്ണമാല ഇട്ടുകൊണ്ട് പൊതുപരിപാടികൾക്കൊന്നും തനിക്ക് പോകാൻ കഴിയാൻ വിധവയല്ല, പക്ഷെ വിധവയെ പോലെ 1977-78 കാര്യമാണ് ഞാൻ ഓർപ്പിക്കുന്നത്. വിധവയല്ല, പക്ഷെ വിധവയെ പോലെ താൻ ആ വീടിനകത്ത് തൻ്റെ കൊച്ചു കുഞ്ഞുങ്ങളുമായി തന്നെ ഒതുങ്ങി ആ വീടിനകത്ത് ജോലി ചെയ്ത് ആ വീടിനകത്ത് ഒതുങ്ങിക്കൂടി. ഹല്ലേലൂയ. എങ്കിലും മേടിച്ചു കൊടുത്ത സ്വർണ്ണമാല ഇട്ടുകൊണ്ട് ഒരു പരിപാടിക്കും പോകാൻ അവിടെ കൊണ്ട് ഒതുങ്ങിക്കൂടുമ്പോൾ സഹോദരന്മാരുടെ ഭാര്യമാർ മാല കടം മേടിച്ചു കൊണ്ട് പോകുകയും ഏതോ ഒരു സഹോദരി കൊണ്ടുപോയ മാലയിൽ നിന്ന് അന്നത്തെ കാലത്ത് അല്പം മാല മുറിച്ചു മാറ്റിയിട്ട്, സ്വർണ്ണമാല അന്ന് അല്പം മുറിച്ചു മാറ്റിയിട്ട് അത് വിളക്കിച്ച് തട്ടാനടുക്കൽ കൊണ്ട് വിളക്കിച്ച് ചേർത്തിട്ട് യുവജനമേ ആ മുറിച്ചു മാറ്റിയ മാല വിളക്കിച്ച് ചേർത്ത ഇത് ആമൻ അന്ന് അവർ താമസിക്കുന്ന ദേശത്ത് ഹിന്ദുക്കളുടെ വിളക്ക് കത്തിക്കുന്ന കൽത്തറയിൽ കൊണ്ട് ഒരു ക്ഷുദ്രപ്രയോഗം പോലെ ഇത് ഉടമസ്ഥ അറിയുന്ന നിമിഷം അവളും കുഞ്ഞുങ്ങളും ഈ വീട് വിട്ട് പുറത്തു പോകണമെന്നുള്ളൊരു ക്ഷുദ്രപ്രയോഗത്തോടു കൂടി ആമൻ ആ മാല തിരികെ കൊണ്ട് കൊടുത്തു. മാല തിരിച്ച് കിട്ടിയ ആ മേഖലയിൽ ഉടമസ്ഥയാകുന്ന ആമൻ ഉപേക്ഷപ്പെടുന്ന നിൽക്കുന്ന ഈ സഹോദരി മാലയിൽ എന്തോ വ്യത്യാസം കണ്ടു. കൊണ്ടുപോയ ആ നാത്തുവിനോട് കാര്യം വിളിച്ച് ചോദിച്ചു. ആമൻ ആ വീട്ടിനകത്ത് വലിയ ബഹളമെന്ന് പറഞ്ഞാൽ അയൽവക്കക്കാർ ഓടിക്കൂടത്തക്ക രീതിയിൽ വീടിനകത്ത് വലിയ ബഹളം തുടങ്ങി. മാലയെ ചൊല്ലി തുടങ്ങിയ ബഹളം. മാലയിൽ എന്തോ കുറവ് കണ്ടു. ദൈവത്തിൻ്റെ ജനമേ, ആ കുറവ് കണ്ട് ആ വിഷയത്തെ ചൊല്ലി തുടങ്ങിയ ബഹളം വലിയ ബഹളമായിട്ട് ആൾക്കാരും ഓടിക്കൂടത്തക്ക രീതിയിൽ ആൾക്കാർ ഓടി വരുമ്പോൾ ആമൻ 2 കുഞ്ഞുങ്ങളുമായി ഉപേക്ഷിക്കപ്പെട്ട് നിൽക്കുന്ന സഹോദരി മുടിയെല്ലാം അഴിച്ചിട്ട് ഒരു ഭ്രാന്തിയെ പോലെ ആമൻ കെട്ടുന്നോടൊരു ഭ്രാന്തിയെ പോലെ അലറി വിളിച്ചുകൊണ്ട് മാലയെ ചൊല്ലി തുടങ്ങിയ താൻ ഒരു ഭ്രാന്തിയെ പോലെ നിലവിളിച്ചുകൊണ്ട് ആ വീടിനകത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ ആ വീട്ടിനകത്ത് നിൽക്കുവാൻ പോലും ത്രാണിയില്ലാതെ ആ വീടിനകത്തോടെ അലറി വിളിച്ചുകൊണ്ട് ഒരു ഭ്രാന്തിയെ പോലെ താൻ അതിനകത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവാൻ തുടങ്ങി. അധിക നിമിഷം കഴിഞ്ഞില്ല, കളിച്ചുകൊണ്ടിരിക്കുന്ന 1.5 വയസ്സുകാരനെ ഒക്കത്തെടുത്ത് 4 വയസ്സുകാരനെ കൈക്ക് പിടിച്ചുകൊണ്ട് ഈ സഹോദരി ഭ്രാന്തിൻ്റെ ആധിക്യത്തെ കുഞ്ഞുങ്ങളുമായി തെരുവിലേക്ക് ഓടുവാനിടയായി. പ്രായമുള്ള മാതാക്കൾ ആമെ തടഞ്ഞുവെങ്കിലും ആരുടെ വാക്ക് കേൾക്കാൻ ത്രാണിയില്ലാതെ ഈ സ്ത്രീ 2 കൊച്ചു കുഞ്ഞുങ്ങളുമായി തെരുവിലേക്ക് ഓടി. ഇവത്തിൻ്റെ ജനമേ, സഹോദരന്മാർ ജോലിക്ക് കൊടുത്ത് കാര്യം പറഞ്ഞ് വാഹനം തയ്യാറാക്കി ആമൻ കല്ലേറിയ സഹോദരിയും കുഞ്ഞുങ്ങളും തിരക്കി ചെല്ലുമ്പോൾ സന്ധ്യയോടകം തിരുവല്ലയുടെ പട്ടണത്തിനകത്ത് തെരുവോരങ്ങളിലൂടെ ആമൻ 1.5 വയസ്സുകാരനെ ഒക്കത്തെടുത്ത് 4 വയസ്സുകാരനെ കൈക്ക് പിടിച്ചുകൊണ്ട് തെരുവിലൂടെ നടക്കുന്ന കാഴ്ച കണ്ട് സഹോദരന്മാർ വാഹനം ചവിട്ടി നിർത്തി പേര് വിളിച്ചുകൊണ്ട് ചാടി ഇറങ്ങിയെങ്കിലും ഈ സഹോദരന്മാരുടെ ശബ്ദം കേട്ട് ഈ സ്ത്രീ വയലൻ്റായി. ഒരു മുഴുഭ്രാന്തിയെ പോലെ അലറി വിളിച്ചുകൊണ്ട് ചില ജനമേ കൊച്ചു കുഞ്ഞുങ്ങളുമായി ഇരുട്ടിലേക്ക് ഒരു മുഴുഭ്രാന്തിയെ പോലെ ഓടുവാൻ തുടങ്ങി. ആ സ്ത്രീയെയും 2 കുഞ്ഞുങ്ങളെയും തിരികെ കൊണ്ടുവരുവാൻ കഴിയാതെ വണ്ണം അവർ ഭ്രാന്തിൻ്റെ ആധിക്യത്താൽ അവർ അധികം വയലൻ്റായി ഇരുട്ടിലേക്ക് ഓടുവാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ജനമേ, സഹോദരന്മാർക്ക് കുഞ്ഞുങ്ങളെ സ്ത്രീയെ കൊണ്ടുവരുവാൻ കഴിയാതെ അവർ ഭവനത്തിലേക്ക് തിരിച്ചു പോകുന്ന സമയം അന്ന് രാത്രി തിരുവല്ല പട്ടണത്തിൽ ഒരു കടത്തിണ്ണയിൽ 4 വയസ്സുകാരനെ 1.5 വയസ്സുകാരനെ കെട്ടിപ്പിടിച്ച 4 വയസ്സുകാരനെ കൂടെ കടത്തി തിരുവല്ലയുടെ തെരുവോരങ്ങളിൽ ഒരു ഭ്രാന്തിയും 2 കുഞ്ഞുങ്ങളും കിടന്നുറങ്ങിയ ഒരു കാലഘട്ടം. ഹല്ലേലൂയ. ഈ ഭ്രാന്തിയും കുഞ്ഞുങ്ങളും കിടന്നുറങ്ങുന്ന ദേശത്ത് അഥവാ അവരായിരിക്കുന്ന ആ പട്ടണത്തിനകത്ത് ആമൻ കല്ലേലി ആൾക്കാർ കൂടത്തക്ക രീതിയിൽ ആമൻ ആൾക്കാർ നോക്കി നിൽക്കും. കാരണം ഈ ഭ്രാന്തിയും കുഞ്ഞുങ്ങളും ഒരു തെരുവിലായിരുന്നാൽ ഇവർക്ക് ഭ്രാന്തിൻ്റെ ആധിക്യം കൂടുമ്പോൾ കുഞ്ഞുങ്ങളെ മാരകമായിട്ട് ഉപദ്രവിക്കും. മാരകമായിട്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് കണ്ടു നിൽക്കുവാൻ കഴിയാതെ വണ്ണം കയ്യിൽ കിട്ടുന്നത് കൊണ്ടെല്ലാം ഭ്രാന്തിൻ്റെ ആധിക്യം കൂടുമ്പോൾ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന ഈ ഭ്രാന്തിയെ തെരുവിൻ്റെ ഓരത്ത് നിന്ന് അനേകരും നോക്കും. ആർക്കും അടുക്കാൻ കഴിയത്തില്ലൊരു മുഴുഭ്രാന്തിയാണ്. ഇവച്ചൻ്റെ ജനമേ, ദൂരവേ നിന്ന് അനേകരും നോക്കും. കല്ലേരി ആരും അടുത്തേക്ക് വരത്തില്ല. കൈ കിട്ടുന്ന കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ച് കുഞ്ഞുങ്ങൾ വല്യവാവിൽ കരഞ്ഞ് 1.5 വയസ്സുള്ള കുഞ്ഞിനെ ആമേക്കല്ല കൈ കിട്ടുന്നതോടെല്ലാം കൈ കൊണ്ടെല്ലാം ഉപദ്രവിച്ച് കുഞ്ഞ് കരയുമ്പോൾ 4 വയസ്സുകാരൻ അമ്മയുടെ അടി കൊണ്ട് ദൂരവേ കരഞ്ഞുകൊണ്ട് ഓടി മാറുന്ന അനുഭവത്തിലൂടെ യുവജനമേ, ആർക്കും അടുക്കുവാൻ കഴിയാതെ രക്തബന്ധങ്ങൾ പോലും തിരുവല്ല പട്ടണത്തിനകത്ത് തെരുവിനകത്ത് വന്നാൽ ഈ സ്ത്രീയുടെ അടുക്കലേക്ക് വരാൻ കഴിയാതെ അവരും അകന്നു പോകുന്നൊരു അനുഭവത്തിലൂടെ ഈ ഭ്രാന്തിയും കുഞ്ഞുങ്ങളും തിരുവല്ല തെരുവിനകത്ത് അലഞ്ഞു തിരിഞ്ഞു. പിന്നെ സന്ധ്യയ്ക്ക് കടയടയ്ക്കണം, കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് കിടക്കണമെങ്കിൽ ഏതാണ് തിരുവല്ലയിൽ നിന്ന്
8 കിലോമീറ്റർ ദൂരമുള്ള ചങ്ങനാശ്ശേരി തെരുവിലേക്ക് ഈ ഭ്രാന്തി കുഞ്ഞുങ്ങൾ 1979 ആ മേഖലയിൽ കുഞ്ഞുങ്ങളുമായി യാത്ര ചെയ്യുവാനിടയായി. തെരുവിൻ്റെ ഓരത്തൂടെ അല്പകല്ലിൽ ആഹാരത്തിന് വക തേടി ഈ കൊച്ചു കുഞ്ഞുങ്ങളുമായി ഇറങ്ങിപ്പോയ ആ മേഖലയിൽ അലഞ്ഞു നടക്കുന്ന ഈ ഭ്രാന്തിയും കുഞ്ഞുങ്ങളും 1979 ചങ്ങനാശ്ശേരി പട്ടണത്തിനകത്ത് ആ മേഖലയിൽ ആ വർഷം ചങ്ങനാശ്ശേരി എസ്എൻബർഗ് വുമൻസ് കോളേജിൽ എക്സിബിഷൻ നടക്കുന്ന സമയം. എക്സിബിഷൻ കാണുവാൻ വേണ്ടി ആൾക്കാർ കോളേജിലേക്ക് കയറി പോകുമ്പോൾ ആ കോളേജിൻ്റെ ഫ്രണ്ടിൽ ധർമ്മം തെണ്ടുവാൻ, ഭിക്ഷയാചിക്കുവാൻ ഒരു ഭ്രാന്തിയും 2 കുഞ്ഞുങ്ങളും ഇരിക്കുന്ന കാഴ്ച അത് കാണുവാനിടയായത്. ഭ്രാന്തിൻ്റെ ആധിക്യം കൂടിയപ്പോൾ ഈ സഹോദരി ഭ്രാന്തിൻ്റെ ആധിക്യത്താൽ കുഞ്ഞുങ്ങളെ അടിക്കുന്നത് കണ്ട് എക്സിബിഷൻ കാണുവാൻ പോയ ആൾക്കാർ ഈ സ്ത്രീക്കും കുഞ്ഞുങ്ങൾക്കും ചുറ്റും കൂടി അമ്മയുടെ അടിയേറ്റിട്ട് 4 വയസ്സുകാർ വിറുങ്ങലിച്ചുകൊണ്ട് ആൾക്കാരുടെ നടുവിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടി മാറുമ്പോൾ അമ്മയുടെ മടിയിലിരിക്കുന്ന കുഞ്ഞിനെ മാരകമട്ട് മാതൃത്വം മറന്ന് ഉപദ്രവിക്കുന്ന ഈ മാതാവിനെ നോക്കി അനേകർക്ക് നിൽക്കുവാനേ കഴിയത്തുള്ളൂ. കാരണം ആർക്കും അടുക്കാൻ അല്പനേരം ഭ്രാമേ അസുഖം കുറയുമ്പോൾ കുഞ്ഞുങ്ങളെ എടുത്തു വെച്ച് ഈ അമ്മ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് കരയും. ചങ്ങനാശ്ശേരിക്കൊക്കെ നിത്യം കാഴ്ചയാണ്. യാത്രക്കാർ, പോലീസുകാർ, മീൻ കച്ചവടക്കാരെന്ന് വേണ്ട ആ മേഖലയിൽ ചങ്ങനാശ്ശേരിക്ക് നിത്യം കാഴ്ചയാണ് ഈ ഭ്രാന്തിയും കുഞ്ഞുങ്ങൾ. കാരണം തെരുവിൻ്റെ ഓരത്ത് ഈ കൊച്ചു കുഞ്ഞുങ്ങളുമായി ഇവരെവിടെയെങ്കിലും കാണുമെന്ന് നാട്ടുകാർക്കറിയാം. യുവജനമേ, മീൻ കച്ചവടക്കാർ, യാത്ര ചെയ്തു പോകുന്ന യാത്രക്കാരെന്ന് വേണ്ട അനേകർക്ക് കാണുവാൻ കഴിയുന്നത് ഒരാൾക്കൂട്ടത്തിന് നടുവിലോ റോഡിൻ്റെ അപ്പുറത്ത് കുഞ്ഞുങ്ങളെ മാരകമായിട്ട് ഉപദ്രവിക്കുന്ന ഒരു ഭ്രാന്തിയും 2 കുഞ്ഞുങ്ങളും. യുവജനമേ, ഏതൊരു ദിവസം ചങ്ങനാശ്ശേരി ഏതൊരു കടയെടുത്തിണ്ണയിൽ കിടന്നുറങ്ങിയിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് ഒരു ട്രാഫിക് പോലീസ് ചങ്ങനാശ്ശേരി ട്രാഫിക്കിൻ്റെ അടുക്കൽ രംഗനാഥ് എന്ന് പറയുന്ന തുണിക്കടയിൽ അതിൻ്റെ ഫ്രണ്ട് വശത്ത് കുഞ്ഞുങ്ങളുമായി നിരുപ്പുറപ്പിച്ച് ഹല്ലേലൂയ സ്തോത്രം ഒരു പോലീസുകാരൻ 4 വശത്തേക്കും വാഹനം പറഞ്ഞു വിടുന്ന സമയം 4 വശത്തേക്ക് തന്നെ ഡ്യൂട്ടി ചെയ്ത് തുണിക്കുന്ന സമയം കുഞ്ഞുങ്ങളുമായി ഇരുപ്പുറപ്പിച്ച ഈ മാതാവിന് പെട്ടെന്ന് ഭ്രാന്തിൻ്റെ ആധിക്യം കൂടി കുഞ്ഞിനെ മൂത്തവനെ കൈനീട്ടി അടിച്ച് അടികൊണ്ട് കുഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടി മാറുമ്പോൾ അമ്മയുടെ മടിയിരിക്കുന്ന 1.5 വയസ്സുകാരനെ പഴയതുപോലെ മാതാവ് കൈനീട്ടി അടിച്ച് കൈ കിട്ടുന്നത് കൊണ്ട് അടിച്ച് കുഞ്ഞ് വല്ലിഭാവിൽ കരഞ്ഞ് 4 വശത്തേക്ക് ചങ്ങനാശ്ശേരി വാഹനം പറഞ്ഞു വിടുമ്പോൾ ഭ്രാന്തിൻ്റെ ആധിക്യത്താൽ താൻ അടിച്ച് കരയുന്ന തൻ്റെ 1.5 വയസ്സുള്ള ആ കൊച്ചു കുഞ്ഞിനെ താൻ കയ്യിലെടുത്തിട്ട് ഉയർത്തിപ്പിടിച്ച് ഒരു ദാക്ഷിണ്യമില്ലാതെ ചങ്ങനാശ്ശേരി തെരുവിലേക്ക് ഈ കുഞ്ഞിനെ വലിച്ചെറിയുവാനിടയായി. യുവജനമേ, പോലീസുകാരൻ 4 വശത്തേക്ക് വാഹനം പറഞ്ഞു വിടുമ്പോൾ കിഴക്കുന്ന് പടിഞ്ഞാറേക്ക് ട്രാഫിക്കിൽ കയറി വരുന്ന ഒരു ലോറി ഡ്രൈവർ ലോറി ഓടിച്ചുകൊണ്ട് വരുന്ന ആ ലോറിയുടെ മുൻപിലേക്ക് ഈ അമ്മ അടിച്ച് കരയുന്ന കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് കുഞ്ഞ് തെറിച്ച് ചെന്ന് ആ ലോറിയുടെ മുൻപിലേക്ക് വീണ് ലോറിക്കാരൻ കൊണ്ട് സ്ത്രീ ഒരു കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് കണ്ട് പെട്ടെന്ന് ലോറി ചവിട്ട് നിർത്തി. യുവജനമേ, ആ കുഞ്ഞിൻ്റെ ദേഹത്ത് ലോറിയുടെ വീല് കയറാതെ വണ്ണം താൻ വാഹനം ചവിട്ട് നിർത്തിയപ്പോൾ രോഷാകുലിനെ ചാടി ഇറങ്ങിയ ലോറി ഡ്രൈവർ ഓടിച്ചെന്ന് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ ഭ്രാന്തിയുടെ കരണം നോക്കി അടിക്കുകയും അന്ന് ചങ്ങനാശ്ശേരി ഡ്യൂട്ടിക്കുന്ന പോലീസുകാരന് ഓടിച്ചെന്ന് അമ്മ വലിച്ചെറിഞ്ഞ ആ കൊച്ചു കുഞ്ഞിനെ ലോറിയുടെ കീഴിൽ നിന്ന് വലിച്ചെടുത്ത് വാഹനങ്ങൾ ചങ്ങനാശ്ശേരി വാഹനങ്ങൾ ബ്ലോക്കായി ആൾക്കാർ ചുറ്റും കൂടി നിൽക്കുമ്പോൾ ട്രാഫിക് പോലീസുകാരൻ അമ്മ വലിച്ചെറിഞ്ഞ് കരയുന്ന കുഞ്ഞിനെ ലോറിയുടെ കീഴിൽ നിന്ന് വലിച്ചെടുത്ത് ആൾക്കാർ തിങ്ങിക്കൂടി നിൽക്കുമ്പോൾ ആ പോലീസുകാരൻ ഇങ്ങനെ പറഞ്ഞു, ഇതിനെ ആരെങ്കിലും കൊണ്ട് വളർത്തുക, അല്ലെങ്കിൽ ഇങ്ങനെ മരിച്ചു പോകും. കാരണം ഇത് ചങ്ങനാശ്ശേരിക്കാർ നിത്യം കാഴ്ചയാണ്. യുവജന മേഖലയിൽ അമ്മ വലിച്ചെറിഞ്ഞ് കരയുന്ന കുഞ്ഞിനെ മടിയിൽ വെച്ചുകൊണ്ട് തിങ്ങിക്കൂടി നിൽക്കുന്ന ആൾക്കാരുടെ നടുവിൽ പോലീസുകാരൻ വീണ്ടും വിളിച്ചു പറഞ്ഞു, ഇതിനെ ആരെങ്കിലും കൊണ്ട് വളർത്ത്, അല്ലെങ്കിൽ ഇതിങ്ങനെ മരിച്ചു പോകും. ദൈവത്തിൻ്റെ ജനമേ, ആൾക്കാർ തിങ്ങിക്കൂടി നിൽക്കുമ്പോൾ പലപ്പോഴും ചങ്ങനാശ്ശേരി തെരുവിൽ ആ മേഖലയിൽ ഈ കുഞ്ഞുങ്ങളെയും അടിക്കുന്ന കാഴ്ചകൾ ഒരു മീൻ കച്ചവടക്കാരന് തലയിൽ മീൻ കൊട്ട വെച്ചുകൊണ്ട് മീൻ കച്ചവടം ചെയ്തു വരുമ്പോഴായിരിക്കും ഒരു പക്ഷേ ഈ കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കുന്നത് ഞാൻ പലപ്പോഴും കാണുന്ന വ്യക്തിയാണ്. എന്തോ അന്ന് താനും തൻ്റെ സഹധർമ്മിണിയും ചങ്ങനാശ്ശേരി തെരുവിൽ എന്തോ ആവശ്യത്തിന് വന്നത്. ചങ്ങനാശ്ശേരി തെരുവിലെ ആൾക്കൂട്ടം കണ്ട് ആൾക്കൂട്ടത്തിനകത്തേക്ക് താനും തൻ്റെ സഹധർമ്മിണിയും കയറി ചെല്ലുമ്പോൾ പോലീസുകാരൻ കണ്ട് കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ നീട്ടി വീണ്ടും വിളിച്ചു പറഞ്ഞു, ഇതിനെ ആരെങ്കിലും കൊണ്ട് വളർത്ത്, അല്ലെങ്കിൽ ഇതിങ്ങനെ മരിച്ചു പോകും. ദൈവത്തിൻ്റെ ജനമേ, പോലീസുകാരൻ പോലീസുകാരന് കരയുന്ന ആ കൊച്ചു കുഞ്ഞിൻ്റെ മുൻപിലേക്ക്, അഥവാ പോലീസുകാരൻ്റെ മുൻപിലേക്ക് ദൈവജനമേ, ആ മീൻ കച്ചവടക്കാരൻ മധ്യവയസ്കൻ 2 കൈയും അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് നീട്ടിയിട്ട് പറഞ്ഞു, എനിക്ക് ആ കുഞ്ഞിനെ തന്നേക്കാൻ പറഞ്ഞു. കൈ നീട്ടി നിൽക്കുന്ന ആ മധ്യവയസ്കൻ്റെ കയ്യിലേക്ക് അമ്മ വലിച്ചെറിഞ്ഞ്
കരയുന്ന ആ കൊച്ചു കുഞ്ഞിനെ ആ പോലീസുകാരൻ വെച്ചു കൊടുത്തപ്പോൾ ദൈവത്തിൻ്റെ ജനമേ, ആ പിതാവ് ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് താനും തൻ്റെ ഭാര്യയും ആ കൊച്ചു കുഞ്ഞുമായി ചങ്ങനാശ്ശേരി തിങ്ങിക്കിടക്കുന്ന വാഹനക്കിടയിലൂടെ ഓടി അകലുമ്പോൾ ദൈവത്തിൻ്റെ ജനമേ, ഭ്രാന്തിയാകുന്ന മാതാവും 4 വയസ്സുള്ള മകനും എനിക്കെൻ്റെ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു കുഞ്ഞിനെ കൊണ്ട് പുറകെ കരഞ്ഞുകൊണ്ട് ഓടുവാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ജനമേ, ചങ്ങനാശ്ശേരിയിൽ തിങ്ങിക്കിടക്കുന്ന വാഹനക്കിടയിലൂടെ അവരെ കൊച്ചു കുഞ്ഞുമായിട്ട് ഓടി എങ്ങോ മറയുവാനിടയായി. ദൈവത്തിൻ്റെ ജനമേ, ചങ്ങനാശ്ശേരി കിട്ടിയ കൊച്ചു കുഞ്ഞുമായി ആ മാതാവും പിതാവും തങ്ങളുടെ വീട്ടിൽ ചെന്ന് അവർക്ക് 3 മക്കളാണ്. മൂത്തത് ആൺമകന്, 2 പെൺമക്കൾ. ദൈവത്തിൻ്റെ ചങ്ങനാശ്ശേരി ആ കൊച്ചു കുഞ്ഞിനെ അവിടുത്തെ 4ാമത്തെ മകനായി 1.5 വയസ്സുള്ള ആ കൊച്ചു കുഞ്ഞിനെ ആ മേഖലയിൽ അന്നത്തെ ആ മാതാവും പിതാവും പേരിട്ട് വളർത്തി. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ കഴിയുമോ? സന്തോഷം എന്ന പേരിട്ട് ആ ചങ്ങനാശ്ശേരി തെരുവിൽ നിന്ന് കിട്ടിയ കൊച്ചു കുഞ്ഞ് 1.5 വയസ്സുകാരനെ അവിടുത്തെ 4ാമത്തെ മകനായി വളർത്തി വലുതാക്കി. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? 1.5 വയസ്സിൽ ചങ്ങനാശ്ശേരി തെരുവിൽ ഒരു ലോറിയുടെ മുൻപിലേക്ക് ഒരു ഭ്രാന്തിയാകുന്ന അമ്മ വലിച്ചെറിഞ്ഞ് ലോറിയുടെ കീഴിൽ നിന്ന് ഒരു പോലീസുകാരൻ വലിച്ചെടുത്ത് ചങ്ങനാശ്ശേരി മീൻ കച്ചവടം ചെയ്യുന്ന ഒരു മീൻ കച്ചവടക്കാരൻ ആ കുഞ്ഞിനെ മേടിച്ചു കൊണ്ടുപോയി സന്തോഷം എന്ന പേരിട്ട് അതിനെ വളർത്തി വലുതാക്കി. ഇന്ന് പകൽക്കാലം ഈ ദൈവസഭയ്ക്കകത്ത് വന്ന് ആമേൻ്റെ 3 കുഞ്ഞുങ്ങളുടെ പിതാവായി 46 വയസ്സുള്ളവനായി നിങ്ങളുടെ മുൻപിൽ എൻ്റെ യേശുവിനെ ഉയർത്തുമ്പോൾ എനിക്ക് വിളിച്ചു പറയുവാൻ കഴിയുന്നത്, ആമേൻ, കരയുവാൻ മറന്നുപോയ ഒരമ്മ ഒരു കുഞ്ഞിനെ വലിച്ചെറിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ ആമേൻ അതിനകത്തുനിന്ന് വലിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് പോകുവാൻ ദൈവം മറ്റൊരു മാതാവിനെയും പിതാവിനെയും ചങ്ങനാശ്ശേരിക്കകത്ത് കൊണ്ടുവന്ന ആ ദൈവത്തിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജനമേ, സന്ധ്യയോടകം കുഞ്ഞിനെ കൊണ്ടുപോയ വീട് തേടി പിടിച്ചു. 2 കൈയും നീട്ടി ഭ്രാന്തിയാകുന്ന അമ്മയ്ക്ക് 4 വയസ്സുകാരനും വീടിന് മുൻപിൽ ചെന്ന് എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണമെന്ന് കൈ നീട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, വിറക് വെക്കുന്ന തട്ടിൻ്റെ പുറത്ത് തന്നെ ഒളിപ്പിച്ചിട്ട് വാ പൊത്തിപ്പിടിച്ച് കരയാതിരിക്കുവാൻ കൈ നീട്ടി അമ്മ പുറത്ത് നിന്ന് കരയുക, എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞ് കണ്ണുനീരോട് കരയുമ്പോൾ യുവജനമേ, അവൻ ആരോ പുറത്ത് വന്ന് പേടിപ്പിച്ചു. അവൻ നീ ഇവിടെ വന്നു പോകരുത്, അവനോട് വളർന്നുകൊള്ളുമെന്ന് പറഞ്ഞു. എനിക്കെൻ്റെ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ കൈ നീട്ടി കരയുന്ന അമ്മയെ വീണ്ടും വന്ന് ആരോ ഭീഷണിപ്പെടുത്തി, നീ ഇവിടെ വന്നു പോകലെന്ന് പറഞ്ഞല്ലേ, അവനോട് വളർന്നുകൊള്ളൂ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ജനമേ, അവൻ കൈ നീട്ടി നിൽക്കുന്ന മാതാവ് അവൻ 2 കൈയും പുറകോട്ട് വലിച്ച് 4 വയസ്സുകാരൻ്റെ കൈ പിടിച്ച് താൻ ഇരുട്ടിലേക്ക് കൊച്ചു കുഞ്ഞുമായി നടന്നു നീങ്ങുമ്പോൾ ദൈവജനമേ, ഞാൻ പിച്ച വെച്ച് വളർന്നത് അവനൊരു പെന്തക്കോസ് കുടുംബത്തിലാണ്. എന്നെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കൊണ്ടുപോയി വളർത്തിയ വീട്ടുകാരാ പെന്തക്കോസുകാരാ, അവർ യേശുവിനെ ആരാധിക്കുന്നവരാ. ഇവൻ ഞാൻ സൺഡേ സ്കൂൾ പഠിച്ച് എനിക്ക് നല്ല വിദ്യാഭ്യാസം തന്ന് അവിടുത്തെ 4ാമത്തെ മകനായി ഒരു പേര് കൊണ്ടുപോലും മാറ്റി നിർത്താതെ ഈ സമയം വരെ എന്നെ ആ മാതാവും പിതാവും എൻ്റെ സഹോദരനെ വളർത്തി വലുതാക്കി. എന്നാൽ ഇന്ന് പകൽക്കാലം തെരുവിനകത്തുനിന്ന് കൃപയുടെ പ്രഭാഷകനായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ എനിക്ക് വിളിച്ചു പറയുവാൻ കഴിയുന്ന ഒരു വലിയ സത്യം, ജീവിക്കുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിൻ്റെ പാദവിടെയാണ് ഞാൻ നിങ്ങളും വന്നിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ദൈവജനമേ, ഒരു ദൂത് ഞാൻ പകൽക്കാലം വിളിച്ചു പറയട്ടെ. ദൈവം ഒരുവനെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു കുടുംബത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു ദേശത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു രാജ്യത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം ആ രാജ്യത്തെ, ദൈവം ആ ദേശത്തെ, ദൈവം ആ കുടുംബത്തെ, ദൈവം ആ വ്യക്തിയെ എങ്ങനെയാണെങ്കിലും നേടുമെന്ന് ഞാൻ എൻ്റെ അനുഭവം വിളിച്ചു പറയുകയാ. കാരണം ദൈവം എന്നെ കണ്ടത് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാനാ. മന്ത്രവാദത്താൽ ഇവളും തലമുറകളും അവകാശത്തിന് വരാതിരിക്കുവാൻ അമ്മയ്ക്ക് തലയ്ക്ക് സ്ഥിരമില്ലാതാക്കി തെരുവിനകത്തൂടെ 2 കൊച്ചു കുഞ്ഞുങ്ങളെ കടത്തിണ്ണകളിൽ കിടന്നുറങ്ങി. ആമൻ അല്പമാഹാരം പോലും കൊടുക്കുവാൻ വകയില്ലാതെ ആമൻ ജീർണിച്ച വസ്ത്രമിട്ടുകൊണ്ട് 2 കൊച്ചു കുഞ്ഞുങ്ങളുമായി തെരുവോരത്തിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന അന്നത്തെ ആ മാതാവിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ വിടുവിച്ച് ആമൻ ഒരു കൂടാരത്തിൽ ദൈവം കൊണ്ടാക്കി. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ
പ്രസംഗകനാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ ഞാൻ ഈ സഭയോട് ദൂത് പറയുന്നു, നിങ്ങളുടെ കരച്ചിൽ കേൾക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട്. ആൻറ്റി, ആ പെൺകുഞ്ഞിനെ വിടുവിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ആരാധന വെളിപ്പെടുമ്പോൾ ആ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ നേർന്ന വിഷയത്തിനകത്തേക്ക് ദൈവം അയക്കുമെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഞാൻ ദൂത് കൈമാറുന്നു, വാഗ്ദത്തമുള്ളവനെ ഇല്ലാതാക്കുവാൻ പല പൈശാചിക വ്യാപാരങ്ങൾ പല വ്യക്തികളിലൂടെ പുറപ്പെട്ടു വരുമെന്ന് തിരുവെടുത്തോർപ്പിക്കുകയാ. ഒരു ഹേരോദാവ് യേശുവിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഹേരോദാവിനെ പുറത്തു കൊണ്ടുവന്നാൽ ദൈവം അവനെ ഇല്ലാതാക്കി, ദൈവനെ ഭൂമിയുടെ മുകളിൽ നിന്ന് മാറ്റിക്കളഞ്ഞുവെന്ന് തിരുവെഴുത്ത് വായിക്കുകയാ. ഒരു ഫറവോന് യഹൂദ സ്ത്രീകൾ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ കൊന്നുകളയുവാൻ വേണ്ടി വിളംബരം മുഴക്കിയതാ. ആ വിളംബരം മുഴക്കിയ ഫറവോന്റെ കൊട്ടാരത്തിൽ മോശയെ വളർത്തുവാൻ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ചില സ്ഥിതിയെ ദൈവം മാറ്റാൻ പോകുകയാ. ഇന്ന് പകൽക്കാല സ്ഥിതിയെ ദൈവം മാറ്റാൻ പോകുകയാ. പ്രാർത്ഥിക്കുന്ന ജീവിതമേ, നിന്റെ സ്ഥിതിയെ നമുക്കെല്ലാം ദൈവത്തിന് തിരിക്കുവാൻ കഴിയുമെന്ന് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുകയാ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാ. ആമേൻ. മന്ത്രവാദത്താൽ മാതാവിനെ തലയ്ക്ക് സ്ഥിരമില്ലാതാക്കി തെരുവിൽ അലയപ്പെട്ട ഏഴയാകുന്ന അടിയങ്ങളെ ഇന്ന് പോൽക്കാലം ദൈവം കൃപയുടെ പ്രഭാഷകനാക്കി മാറ്റിയെങ്കിൽ അതേ മന്ത്രവാദത്താൽ തകർക്കപ്പെട്ട അനേക കുടുംബങ്ങളെ അതിനകത്തുനിന്ന് വിടുവിക്കുവാൻ ദൈവം ഒരു അഭിഷേകം ദൈവന്റെ മേൽ പകർന്നിരിക്കുന്നതാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് പോൽക്കാലം കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്ര. വർഷങ്ങൾ കഴിഞ്ഞു. ദേവദാസന്റെ മകളെ ഞാൻ വിവാഹം കഴിച്ച അവിടുത്തെ പിതാവിൻ്റെ മൂത്ത മകൻ ആശാരിപ്പണി ഞാൻ ആശാരിപ്പണി ചെയ്യാൻ തുടങ്ങി. ആശാരിപ്പണിക്ക് 200 തച്ചുള്ളപ്പോൾ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം പഠിക്കുവാൻ ദൈവം എന്നെ കുമ്പനാട് ഇന്ത്യ ബൈബിൾ കോളേജ് കർത്താവ് കൊണ്ടാക്കി. ഒരു ചെറിയ തഴപ്പായും 2 വെള്ളമുണ്ടും 2 വെള്ള ഷർട്ടുമായി കുമ്പനാട് ഇന്ത്യ ബൈബിൾ കോളേജ് കർത്താവിൻ്റെ വചനം പഠിക്കാൻ കയറുമ്പോൾ ദൈവത്തിൻ്റെ ജനമേ, വമ്പന്മാരുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഏതാണ്ട് 400 പേരുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ആ കോളേജിനകത്ത് ഒരു വചന പഠിതാവായി ദൈവം എന്നെ കൊണ്ടാക്കി. ഹല്ലേലൂയ. ഒരു ബെഡ് മേടിക്കാൻ, ഒരു കിടക്ക മേടിക്കാൻ പോലും വകയില്ലാത്ത സ്ഥാനത്ത് 4 വർഷം അവിടെ പഠിച്ച ഹല്ലേലൂയ സ്തോത്രം. ഡേയ്സ് ആദ്യ വർഷം വന്നും പോയി പഠിക്കുന്ന സമയം ഇങ്ങനെ ഓർക്കുന്നു. ഇന്നും ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം തിരുവല്ലയ്ക്ക് 4 രൂപയാണെന്ന്. തിരുവല്ലയിൽ നിന്ന് കുമ്പനാട് ഞങ്ങളുടെ കോളേജിൽ ഇറങ്ങണമെങ്കിൽ 6 രൂപയാണ്. വൺ സൈഡ് 10 രൂപ വേണം. ഹല്ലേലൂയ. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ഈ 5 ദിവസം അവിടെ കുമ്പനാട് ബൈ സ്കൂളിൽ പഠിച്ച് ശനിയാഴ്ച ഒരു ദിവസം ഞാൻ ജോലിക്ക് കടന്നു പോകും. വീണ്ടും തിങ്കളാഴ്ച ഹല്ലേലൂയ വീണ്ടും പഠിക്കുവാൻ വേണ്ടി കടന്നു വരും. ദൈവത്തിൻ്റെ ജനമേ, അങ്ങനെ കടന്നു പോകുന്ന സമയം ഹല്ലേലൂയ സ്തോത്രം. വൺ സൈഡ് 10, ഈ 2 സൈഡ് വേണമെങ്കിൽ 20 രൂപ ഒരു ദിവസം വണ്ടിക്കൂലി വേണം. ചില ദിവസം 10 രൂപയെ കൈ കാണത്തുള്ളൂ. ക്ലാസ് മുടങ്ങാതിരിക്കും. രാവിലെ 8 മണിക്ക് തന്നെ ക്ലാസ്സിലെത്തത്തക്ക രീതിയിൽ അങ്ങോട്ട് ചെന്ന് ക്ലാസ് പഠിക്കാൻ ചെല്ലുന്നാൽ വൈകുന്നേരം തിരിച്ചു പോരാൻ സാമ്പത്തികമില്ലാതെ ഞാൻ ഇന്നും ഓർക്കുന്നു. ഹല്ലേലൂയ പകൽ പഠിപ്പിച്ച കാര്യങ്ങൾ ഓർത്തുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് ചില പാട്ടുകൾ പാടിക്കൊണ്ട് കുമ്പനാടിൻ്റെ ബൈബിൾ കോളേജിൽ നിന്ന് ചങ്ങനാശ്ശേരി വരെ നടക്കുന്ന സമയം ഞാൻ ഇന്നും ഓർക്കുന്നു. പലപ്പോഴും വാഹനങ്ങൾക്ക് കൈ കാണിക്കും. ആരും നിർത്താതെ മുന്നോട്ട് പോകുമ്പോൾ ഏതാണ്ട് 4 മണിക്ക് ഇറങ്ങി നടക്കുന്ന നടപ്പം 7 മണിയാകുമ്പോൾ ചങ്ങനാശ്ശേരിയിൽ എത്തുന്ന സമയം ഞാൻ ഓർക്കുകയാണ്. തിരുവല്ല പട്ടണത്തിൽ വരുമ്പോൾ അന്ന് 2 രൂപ 50 പൈസ ഒരു ചായക്ക് ഒരു ചായ കുടിക്കുവാൻ 2 രൂപ ഉണ്ടെങ്കിൽ കൊള്ളാമെന്ന് ചിന്തിച്ച സമയമുണ്ട് കേട്ടോ യുവജനമേ. എന്നാൽ അതുപോലും കയ്യിലെടുക്കാൻ കഴിയാത്ത സമയം 4 വർഷം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പഠിച്ച ഞാൻ ഇന്നും ഓർക്കുന്നു. ഹല്ലേലൂയ. യുവജനമേ, 4-10 വർഷം ഗ്രാജുവേറ്റ് ചെയ്ത് പുറത്തു വരുമ്പോൾ ഇന്ന് ഒരു കാലം ഞാൻ വ്യക്തമായി ഓർപ്പിക്കട്ടെ, അവിടെ പഠിക്കുന്ന എനിക്ക് മറക്കുവാൻ കഴിയാത്തൊരു സമയം ഇപ്രകാരമാണ്. കുമ്പനാട് അതിൻ്റെ 3-ാമത്തെ വർഷം ഹല്ലേലൂയ ഞാൻ എടത്തുവാളൊരു മീറ്റിങ്ങിന് പോകുന്ന സമയം അവിടെ ഒരു ചെറിയ പ്രാർത്ഥനയ്ക്ക് എന്നെ വിളിച്ചതാ. ആ വീടിനോട് ബന്ധപ്പെട്ട ഒരു നമ്പർ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ ഒരു ഫോണിൻ്റെ നമ്പറാ.
ആ ഫോൺ നമ്പർ ഞാൻ വിളിച്ചപ്പോൾ ദൈവജനമേ എന്നോട് ഈ ഫോൺ നമ്പർ വിളിക്കണം, വൈഫിനോടും എന്നോടും പറഞ്ഞു ഞങ്ങൾ വിളിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ നമ്പർ വിളിച്ചപ്പോൾ മറു സൈഡിൽ എടുത്ത വ്യക്തിയുടെ പേര് വിജയൻ എന്നാ. ഞാൻ വിളിച്ചു, കാര്യമെല്ലാം ചോദിച്ചു, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യമെല്ലാം അറിഞ്ഞു. അതേപോലെ അവസാനം പറഞ്ഞു എനിക്കൊന്ന് കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എവിടെ വരണം? പറഞ്ഞു തിരുവല്ലായി റെയിൽവേ സ്റ്റേഷനോട് വരാൻ പറഞ്ഞു. അന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 3 പേർക്ക്, എൻ്റെ ഇളയ മോക്ക് 1.5 വയസ്സ്, മൂത്തവർക്ക് 2 വയസ്സൊക്കെ. മൂത്ത് ഞങ്ങൾ വൈഫ് ഞാനും കുഞ്ഞുങ്ങൾ 3 പേര്, ഞങ്ങൾ 5 പേര് ഒരു ബൈക്കിൽ ഞങ്ങൾ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. ഒരു ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഈ ഫോൺ വിളിച്ച് ഫോണിൽ ആ വ്യക്തി എടുത്ത് എവിടെ ഞാൻ തിരുവല്ല റെയിൽവേ സ്റ്റേഷനോട് വന്നെന്ന് പറയുകയും ദൈവജനമേ എവിടെ നിൽക്കും? ഞാൻ പറഞ്ഞു എന്നെ കൂട്ടെ അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ബൈക്കിൻ്റെ അടുക്കൽ നിൽക്കുന്ന എന്ന് പറയുകയും ദൈവജനമേ റോഡിൻ്റെ അപ്പുറത്തുനിന്ന് അല്പം മാറി ഒരു 30-40 വയസ്സിന് താഴെ തോന്നിക്കുന്ന ഒരു മധ്യവയസ്കൻ ഓടി വന്ന് എൻ്റെ കുഞ്ഞേ എന്നും പറഞ്ഞു വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് എന്നെ ചുംബിക്കുന്നു. പൊട്ടിക്കരയുന്നു. എന്നെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വല്ലുവാവിൽ താൻ കരയുന്ന കാഴ്ച എനിക്ക് എന്നാന്നറിയത്തില്ല. പക്ഷേ ദൈവജനമേ ഹല്ലേലൂയ സ്തോത്രം. ആരാണെന്ന് അറിയണ്ടേ? ചങ്ങനാശ്ശേരി വെച്ച് എന്നെ 1.5 വയസ്സിൽ ആ വീട്ടുകാരെന്നെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് എടുത്തെറിഞ്ഞപ്പോൾ ആ പോലീസുകാരൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൊണ്ടുപോയപ്പോൾ എൻ്റെ അമ്മയോട് കൂടെ അന്നത്തെ 4 വയസ്സുകാരൻ എൻ്റെ സ്വന്തം ജ്യേഷ്ഠനെ ദൈവം തിരുവല്ല പട്ടണത്തിനകത്ത് ദൈവം കാണിക്കുവാനിടയായി. നോക്കിക്കേ, ഇവളും തലമുറകളും അവകാശത്തിന് മടങ്ങി വരാതിരിക്കുവാൻ മന്ത്രവാദത്താൽ തലയ്ക്ക് സ്ഥിരമില്ലാതാക്കിയ ആ തലമുറകളെ ദൈവം തകർത്ത് കളയാതെ ഞങ്ങളെ ഒരുമിപ്പിച്ച് കാണിക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അദ്ദേഹം തൻ്റെ ചെറിയ വീട്ടിൽ ഞങ്ങളെ അന്ന് വൈകിട്ട് പാർപ്പിച്ച് താൻ തെരുവിലാണ് വളർന്നത്. ഡ്രൈവറായിട്ട് താൻ ജോലി ചെയ്യുകയാണ്. യുവജനമേ താൻ ഒരു മാരുതിയുടെ ഒമിനി വാൻ വൈകിട്ട് വീട്ടിൽ കൊണ്ടിട്ട് തിങ്കളാഴ്ച രാവിലെ ഞാൻ, എൻ്റെ വൈഫ്, 3 കുഞ്ഞുങ്ങൾ, ഒരമ്മായി, ഈ ജ്യേഷ്ഠൻ ഞങ്ങൾ ആലപ്പുഴ വഴി എറണാകുളത്തുനിന്ന് ഞങ്ങൾക്ക് കിഴക്കമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടെ കാത്തലിക്സിൻ്റെ ഒരു പ്രൗഢൻ ഹോം, ഒരു അനാഥശാല, ലേഡീസിൻ്റെ ഒരു അനാഥശാലയിൽ ഞങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോൾ യുവജനമേ എൻ്റെ പെൺകുഞ്ഞ് എൻ്റെ കയ്യിലിരിക്കുന്നു. എൻ്റെ ആൺകുഞ്ഞ് 2 പേരും നടന്ന്, ഞാനും വൈഫും ഈ ജ്യേഷ്ഠനും ഈ അമ്മയും ഞങ്ങൾ നടന്ന് ഹാളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കേൾക്കണമോ, 2 കന്യാസ്ത്രീകൾ അവിടെ പ്രായമുള്ളവരുടെ കുഞ്ഞുങ്ങളുടെ എല്ലാം മുടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രായമുള്ളവരുണ്ട്, ബുദ്ധിമാന്യമുള്ളവരുണ്ട്, വൈകല്യമുള്ള സ്ത്രീകളെല്ലാം അടങ്ങിയിരിക്കുന്ന ഇതുപോലെ ഒരു വലിയൊരു ഹാളാണ്. ആ ഹാളിൻ്റെ അങ്ങേയറ്റത്ത് ചില മാതാക്കൾ ഇരിക്കുന്നു. യുവജനമേ ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞ മോനെ അങ്ങേയറ്റത്തിരിക്കുന്ന ആ ചുമല കസേരയിരിക്കുന്ന അമ്മയെ കണ്ടോ? മുടിയെല്ലാം വട്ടം വെട്ടി ഒരു ചുമല നൈറ്റിയിട്ട് ഒരു ചുമല കസേരയിൽ 65 വയസ്സിന് മുകളിൽ പ്രായം വരുന്നൊരമ്മ തലകുനിച്ചിരിക്കുന്ന കാഴ്ച ഞങ്ങൾ കണ്ടു. ഞങ്ങളെല്ലാവരും നടന്ന് അമ്മയുടെ അടുക്കൽ ചെന്ന് ദൈവത്തിൻ്റെ ജനമേ, എന്നെ ചങ്ങനാശ്ശേരി തെരുവിൽ 1.5 വയസ്സിൽ ലോറിയുടെ മുൻപിലേക്ക് ഭ്രാന്തിൻ്റെ ആധിക്യത്താൽ വലിച്ചെറിഞ്ഞ എൻ്റെ പെറ്റതള്ളയുടെ അടുക്കൽ എൻ്റെ ദൈവം 3 കുഞ്ഞുങ്ങളുടെ പിതാവായി എന്നെ കൊണ്ട് നിർത്തി. ഞാൻ എൻ്റെ അമ്മയെന്ന് വിളിക്കുന്ന സമയം ദൈവജനമേ, എൻ്റെ അമ്മ നോർമലായി വരുന്നൊരു സമയമാണ്. എന്നെ തിരിച്ചറിഞ്ഞു. എൻ്റെ അജയ മോനല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ അമ്മ പൊട്ടിക്കരയുവാൻ തുടങ്ങി. എൻ്റെ ജ്യേഷ്ഠൻ്റെ പേര് വിജയൻ, എൻ്റെ പേര് അജയൻ എന്ന. ദൈവത്തിൻ്റെ ജനമേ, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ മറന്ന് എൻ്റെ അമ്മയുടെ മടിയിലേക്ക് തലവിട്ടുകൊണ്ട് ഞാൻ കിടന്ന് കരയുമ്പോൾ ദൈവജനമേ, എൻ്റെ മാതാവിൻ്റെ തലോടിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, കുഞ്ഞേ മോനെ വല്ലപ്പോഴും ഒന്ന് അമ്മയെ കാണണം. മോനെ വളർത്തിയത് അവരെ മോൻ അന്വേഷിക്കണം. ദൈവത്തിൻ്റെ വിശ്വസ്തത കേൾക്കണമോ? ഒറ്റ പ്രാവശ്യം അമ്മയെ കണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എൻ്റെ കുഞ്ഞുങ്ങളെയും വൈഫിനെ കണ്ട് ഞങ്ങൾ അനുഗ്രഹത്തോടെ മടങ്ങിപ്പോകുന്നു. ആ മാസം തന്നെ മാതാവ് ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. ഒന്ന് മുഖതാവി കാണുവാൻ വേണ്ടി മാത്രം ദൈവം ആയുസ്സിനെ നീട്ടിത്തന്നു. എന്നെ ചങ്ങനാശ്ശേരി കൊണ്ടുവന്ന് വളർത്തിയ വീട്ടിൽ എൻ്റെ അമ്മച്ചിയും എൻ്റെ പിതാവും എൻ്റെ മേഖലേറിയ ജ്യേഷ്ഠനും എൻ്റെ ചേച്ചിമാരും ഇന്ന് പകൽക്കാ ഞാൻ വിളിച്ച് പറയട്ടെ, ഒരു പേര് കൊണ്ട് പോലും മാറ്റി നിർത്താതെ പലപ്പോഴും എൻ്റെ പിതാവ് മേഖല ചങ്ങനാശ്ശേരി കൊണ്ടുവന്ന് വളർത്തിയ എൻ്റെ പിതാവ് ഇങ്ങനെയാണ് പറയുന്നത്, അവൻ എൻ്റെ വാഗ്ദത്ത സന്തതിയാ. ഞാൻ തിരുവനന്തപുരത്ത് മീറ്റിംഗ് കഴിഞ്ഞ് 2 മണി രാത്രിക്ക് ചങ്ങനാശ്ശേരിയിൽ എത്തുമ്പോൾ ആ സമയത്ത് 93 വയസ്സുള്ള പിതാവ് വടി
വടിയും കുത്തിപ്പിടിച്ച് ഞാൻ വരുന്നത് വരെ എന്നെ കാത്തിരിക്കുന്നൊരു പിതാവ്, ഉറങ്ങാതെ വണ്ണം കാത്തിരിക്കുന്നൊരു പിതാവിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. എന്നെ വളർത്തിയ മാതാവ് ഇന്ന് മരിച്ചിട്ട് 17 വർഷമാകുന്നു. എന്നാൽ എൻ്റെ പിതാവ് 2017 93 വയസ്സുള്ളപ്പോഴാണ് മരിക്കുന്നത്. എൻ്റെ കൂടെ താമസിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ 3 പേരെയും കണ്ട് അവസാനമായി എൻ്റെ കൂടെ കിടന്ന് എൻ്റെ പിതാവ് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ എനിക്ക് വിളിച്ചു പറയുവാൻ കഴിയും, ജനിപ്പിച്ചത് കൊണ്ടാരും പിതാവാകുന്നില്ല. ഇന്നും എന്നെ ജനിപ്പിച്ച പിതാവുണ്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കൊരു സത്യമറിയാം, ഉയരത്തിൽ ദൈവം എനിക്ക് ഒരു ദൈവം ആ മേഖല ചങ്ങനാശ്ശേരിക്കകത്ത് ദൈവം ഒരു പിതാവിനെ തന്നു, ഒരു മാതാവിനെ തന്നു, സഹോദരങ്ങളെ തന്നു. അവർ വളർത്തി വലുതാക്കി, അവർ ബൈബിൾ സ്കൂളിൽ വിട്ട് വചനം പഠിച്ച് ഇന്ന് കേരളത്തിനകത്ത് ഇന്ത്യക്കകത്ത് അനേക ഇടങ്ങളിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിളിച്ചു പറയുവാൻ എന്നെ പ്രാപ്തരാക്കിയ ഒരു കുടുംബമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനമേ, ഞാൻ ഇന്ന് പകൽക്കാലം ഇത് പറഞ്ഞതിന്റെ സത്യം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു പക്ഷെങ്കിൽ കരയുവാൻ മറന്നുപോയൊരമ്മ തെരുവിനകത്തൂടെ കുഞ്ഞുങ്ങളുമായി തലയ്ക്ക് സ്ഥിരമില്ലാതെ നടന്നപ്പോൾ ആ മാതാവിൻ്റെ കരച്ച് ഉള്ളം കണ്ടൊരു ദൈവം ആമേ ഞങ്ങൾ തകർന്നു പോകാതെ ഞങ്ങളെ വിടിവെച്ചുവെങ്കിൽ ഞാൻ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, മാതാക്കളെ, വാത്സല്യ പിതാക്കന്മാരെ, നിങ്ങളുടെ കരച്ചിൽ കേൾക്കുന്നൊരു ദൈവമുണ്ട് കേട്ടോ. റാഹേലിൻ്റെ കരച്ചിൽ കേട്ട ഒരു സ്വർഗമുണ്ട് വന്ന് തിരുവെടുത്ത് ഓർപ്പിക്കുകയാ. ആമേ തിരുവചനത്തിൽ ഇപ്രകാരം ഓർപ്പിക്കുന്നു. ആമേ 30-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താണ് അവിടെ ഉൽപ്പത്തി പുസ്തകം 30:22 വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 30:22. ദൈവം എൻ്റെ നിന്ന നീക്കി കളഞ്ഞെന്ന് പറഞ്ഞ് തരുമെന്ന് പറഞ്ഞ് ആ മകന് റാഹേലിട്ട പേര് യോസഫ് എന്ന. സ്തോത്രം. അപ്പോൾ ഇവിടെ പറയുന്നു ദൈവം എൻ്റെ നിന്ന നീക്കി എന്ന് പറഞ്ഞ. അപ്പം തലമുറകളില്ലാത്തതൊരു നിന്നയാ, മക്കളില്ലാത്തതൊരു നിന്നയാ. ഇങ്ങനെ പറയാറുണ്ടല്ലോ, 1000 കുടത്തിൻ്റെ വാ മൂടിക്കെട്ടാം, പക്ഷെ ഒരു മനുഷ്യൻ്റെ വായെ മൂടിക്കെട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആമേ ധനികയായ ആമേ ശൂന്യകാരി ആമേകളിൽ ഏലീശയോട് പറയുന്നത്, ഞാൻ സ്വജനത്തിൻ്റെ മധ്യേ വസിക്കുന്നവളാ, എനിക്ക് തലമുറയില്ല എന്ന് പറഞ്ഞാൽ സ്വജനത്തിൻ്റെ മധ്യേ എന്നുള്ള കുത്തുവാക്കുകൾ കേട്ട് ഞാൻ മടുത്തു. എനിക്കൊരു തലമുറയില്ല. ദൈവത്തിൻ്റെ ജനമേ, തലമുറയില്ലാത്തതൊരു നിന്നയാ. ഇന്ന് പകൽ കുഞ്ഞുങ്ങളില്ലാത്ത ആരെങ്കിലും എന്നെ വചനത്തെ ഇന്ന് പകൽക്കാലം പ്രസംഗിക്കുന്ന തിരുവചനത്തെ കേൾക്കുന്നുവെങ്കിൽ ഒരു ദൂത് കൈമാറുന്നു. ചില നിന്ദകൾ ദൈവം മാറ്റാൻ പോകുകയാ. യേശുവിൻ്റെ നാമത്തിൽ ജയം. ഇന്ന് പകൽക്കാല ഹല്ലേലൂയ. വിവാഹങ്ങൾ ഇത്ര വർഷമായിട്ട് തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തികളെ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം തൊടുകയാ. യേശുവിൻ്റെ നാമത്തിൽ ചില നിന്ദകൾ ഇവ മാറ്റിക്കളയട്ടെ. ഹല്ലേലൂയ. മകൾ നോക്കണമേ, യഹോവ റാഹേലിനെ ഓർത്തു, അവിടെ അപേക്ഷ ദൈവം കേട്ടു. ദൈവം അവിടെ ഗർഭം തുറന്നു, അവൾ ഒരു മകനെ പ്രസവിച്ചു. സ്തോത്രം. യാക്കോബിന് ഇഷ്ട മകനായിരുന്നു യോസഫ്. കാരണം എന്താ? അപ്പനൊരു നിലയങ്കിയൊക്കെ തയ്ച്ചു കൊടുത്തിരുന്നു. സ്തോത്രം. മാത്രമല്ല അപ്പൻ്റെ വാർദ്ധക്യത്തിലുണ്ടായ മകനാ. അതുകൂടെ പറഞ്ഞാൽ താമസിച്ചാണ് ഈ കുഞ്ഞ് ജനിച്ചത്. നമ്മൾ പറയത്തില്ലേ, ആമേൻ, ഒരുപക്ഷെ വിവാഹം വൈകി കഴിച്ചവർ കാണാം. വിവാഹം കഴിച്ചിട്ട് 22 വർഷം കഴിഞ്ഞിട്ട് തലമുറ ഉണ്ടായവരുണ്ട്. ഹല്ലേലൂയ. ആ മേഖലയിൽ ഞാൻ നോക്കി, അതൊക്കെ പ്രതീക്ഷ അസ്തമിച്ച വിഷയമാണ്, ആശ അറ്റുപോയ വിഷയം. ദൈവം ഇവിടെ അത്ഭുതം ചെയ്തതായി നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, അല്പം താമസിച്ച് ഈ തലമുറയെ ദൈവം കൊടുത്തപ്പോൾ അതിൻ്റെ കൂടെ ദൈവം ഒരു ഗിഫ്റ്റും കൂടെ കൊടുത്തു. എന്താ ഗിഫ്റ്റ്? എന്താ? ആമേ സ്വപ്നം കാണാൻ, ദർശനം കാണാനുള്ള ഒരു കണ്ണും കൂടെ ആമേ യോസഫിന് ദൈവം കൊടുത്തന്നേ. ഹല്ലേലൂയ. അല്പം താമസിച്ച് കിട്ടിയത് അനുഗ്രഹമാകട്ടോ. അല്പം കുസൃതിയൊക്കെ ആണെങ്കിലും ദൈവത്തിൻ്റെ ഗിഫ്റ്റ് അവൻ്റെ മേലുണ്ട്. ഇനി ഒരു കാര്യമുണ്ട്, ഇദ്ദേഹം വല്ലതും കണ്ടാൽ മിണ്ടാതിരിക്കത്തില്ല, അത് പുറത്തു പറയും. സഹോദരന്മാരൊരുമിച്ച് കറ്റ കെട്ടിക്കൊണ്ടിരിക്കും, വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ യോസഫ് പറഞ്ഞത് എന്താ? നമ്മൾ ഒരുമിച്ച് വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയാ, എൻ്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നു, നിങ്ങളുടെ കറ്റകൾ എൻ്റെ കറ്റയെ നമസ്കരിക്കുന്നു.
നമസ്കരിക്കുന്നു. ദൈവത്തിന്റെ ജനമേ, അടുത്തത് സൂര്യനും ചന്ദ്രനും എന്നെ നമസ്കരിക്കുന്നു. യാക്കോബ് ചോദിക്കുന്നു, നിന്റെ അപ്പനും അമ്മയും നിന്നെ നമസ്കരിക്കുമോ? ദൈവത്തിന്റെ ജനമേ, ദൈവം കാണിച്ചതാണോ അത് സംഭവിക്കുവാൻ പോകുകയാ. ദൈവത്തിന്റെ ജനമേ, അല്പം താമസിച്ച് കിട്ടിയതാ. അതുകൊണ്ട് തന്നെ ദൈവം ഒരു ഗിഫ്റ്റ് കൂടെ കൊടുത്ത ഈ കുഞ്ഞിനെ കൊടുത്തത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ താൻ പറഞ്ഞ സമയം മുതൽ യോസഫിനെതിരെ സഹോദരന്മാർ എഴുന്നേറ്റു. ഒരു ദൂത് കൈമാറാൻ പോകുകയാ. നിന്നോട് ആത്മീകമായ യുദ്ധത്തിന് ആരെങ്കിലും പുറപ്പെട്ടു വരുന്നുണ്ടെങ്കിൽ ഓർത്തോ, ദൈവം നിനക്കൊരു ശുശ്രൂഷ തന്നിട്ടുണ്ട്. ഒരു ശുശ്രൂഷയുണ്ടെങ്കിൽ ദൈവമേ, ശക്തമായ എതിരുകൾ എനിക്ക് നിങ്ങൾക്കെതിരെ എഴുന്നേൽക്കാം. ദൂരവേ കണ്ടപ്പോൾ സഹോദരന്മാര് പറയുക, സ്വപ്നക്കാരൻ വരുന്നു, നമുക്കവനെ കൊന്നുകളയാം. എന്താ യോസഫിനെ കുറിച്ച് പറഞ്ഞത്? നമുക്കവനെ കൊന്നുകളയാമെന്ന് പറഞ്ഞ് രൂപൻ മൂത്തവൻ പറഞ്ഞു, വേണ്ട, ഇവിടെ ഒരു പൊട്ടക്കിണർ, നമുക്കവനെ പൊട്ടക്കിണറ്റിലേക്ക് ഇടാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നോക്കിക്കേ, സ്വപ്നം കണ്ട, ദർശനം കണ്ട അവൻ ഇവരുടെ മുൻപിൽ ഇവൻ വലിയവനാകുമെന്നുള്ള ഒരു പ്രത്യേകമാകുന്ന വെളിപ്പാട് കിട്ടിയപ്പോൾ ആമൻ സ്വപ്നം കണ്ടവനെ ഇല്ലാതാക്കുവാൻ സ്വന്തം സഹോദരങ്ങൾ അവനെതിരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പകൽക്കാലം ദൂത് കൈമാറുകയാ. ചില എതിരുകളുണ്ടോ, ശുശ്രൂഷയുണ്ട് കേട്ടോ. ഈ ദിവസങ്ങളിൽ ഒരുങ്ങുവാൻ ദൈവാത്മാവ് ദൂത് കൈമാറുകയാ. എന്നാൽ അവിടെയും ദൈവം നമ്മോട് കൂടെയുണ്ടെന്ന് വചനം ഉറപ്പ് തരികയാ. കാരണം ഒരു മാതാവിന്റെ കരച്ചില ഈ തലമുറയെ ദൈവം കൊടുത്തത്. ഹല്ലേലൂയ. ഇടുന്നില്ല. നിങ്ങൾ നോക്കിക്കേ, ആ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. ഇസ്മായിലിലെ കച്ചവടക്കാരത് വഴി പോയപ്പോൾ അവർ ആമയെ കച്ചവടക്കാർക്ക് വിൽക്കാമെന്ന് പറഞ്ഞ് അവിടുന്ന് വലിച്ചു കയറ്റി 20 വെള്ളിക്കാശിന് വിറ്റു. അടിമ വിലയ്ക്ക് 20 വെള്ളിക്കാശിന് യോസഫിനെ വിറ്റു. എവിടെ കൊണ്ടുപോയി? ലേലിയ കച്ചവട അടിമച്ചന്തയിൽ യോസഫിനെ കൊണ്ട് ഒരു അടിമയെ പോലെ നിർത്തിയിരിക്കുകയാ. ഒരു ദൂത് ഇതിനകത്ത് പറയുവാനുണ്ട് കേട്ടോ. കരഞ്ഞ അമ്മയുടെ കരച്ചിൽ കേട്ട തലമുറയാണോ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്? ഒരു ദൂത് പറയാ, ദൈവത്തിന്റെ ജനമേ, ആമൻ കരച്ചിൽ കേട്ട അമ്മയുടെ കരച്ചിൽ കേട്ട് വിടിവിച്ച ദൈവം ആ തലമുറയോട് കൂടെ ഉണ്ടെന്ന് തിരുവചനം ഉറപ്പ് പറയുകയാ. അത് അടിമച്ചന്തയാകട്ടെ, അത് പൊട്ടക്കിണറാകട്ടെ, അത് പൊട്ടിപ്പേറിന്റെ ഭവനമാകട്ടെ, എവിടെയാണെങ്കിലും വാഗ്ദത്തമുള്ളവന്റെ കൂടെ വാക്കു പറഞ്ഞ ദൈവമുണ്ട്. കാരണം അവന് വേണ്ടി കരഞ്ഞ ഒരമ്മ, ആ അമ്മയുടെ കരച്ചിലാണ് ഈ മകനോടുകൂടെ ദൈവത്തിന്റെ സാന്നിധ്യമുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. യുവജനമേ, ഞാനിങ്ങനെ പറയാറുണ്ട്, എൻ്റെ അമ്മച്ചി എന്നെ ഒരു പേര് പോലും കുടുംബാരോ സന്തോഷമോനെന്ന് തികച്ചു വിളിക്കാതെ ഞാൻ വീടും ഭവനം, ആ വീടും സ്ഥലമെല്ലാം ആ പിതാവും മാതാവും എൻ്റെ പേര് തന്ന് ആമനിൽ നിന്ന് അവർ നിത്യതയെ വിശ്രമിക്കുമ്പോൾ, എൻ്റെ ജ്യേഷ്ഠൻ വേറെ മാറി താമസിക്കുമ്പോൾ ഞാൻ വിളിച്ചു പറയട്ടെ, ആമൻ ഒന്നിനും ഒരു അവകാശമില്ലാത്ത ഏഴയാകുന്നടിയനെ സകലത്തിനെയും അവകാശിയാക്കി മാറ്റുവാൻ ആ പിതാവിനും മാതാവിനും കഴിഞ്ഞുവെങ്കിൽ ഞാൻ ഇന്ന് പകൽക്കാലം ഓർപ്പിക്കട്ടെ, ഈ കരഞ്ഞ മാതാവിൻ്റെ തലമുറയെ പല വഴിയിലൂടെ കൊണ്ടുപോയി അവസാനം പൊത്തിപ്പേറിന്റെ ഭവനത്തിനകത്തുനിന്ന് ചെയ്യാത്ത തെറ്റിന് താൻ ശിക്ഷ അനുഭവിച്ച് മിസ്രയീമിലെ കാരാഗ്രഹത്തിനകത്ത് താൻ അകപ്പെട്ടു. തിരുവചനം നിങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം കാണുവാൻ കഴിയുന്നു, താൻ കാരാഗ്രഹത്തിലായിരിക്കുമ്പോഴും യഹോവയുടെ സാന്നിധ്യം യോസഫിനോട് കൂടെ ഇരുന്നു. അവിടെ തന്നോടുകൂടെ ആ മേഖലയിൽ കുറ്റവാളികളായിരുന്ന, ശിക്ഷ അനുഭവിച്ച ഫറവോന്റെ ആ മേഖലയിലെ പാനപാത്രവാഹകൻ, അപ്പക്കയുടെ പ്രമാണി, ഇവർ രണ്ടുപേരും കണ്ട സ്വപ്നത്തെ അവിടെ വെച്ചും യോസഫ് വ്യാഖ്യാനിച്ചുവെന്ന് തിരുവചനം ഓർപ്പിക്കുകയാ. അവിടെ എന്താണ് പറയുന്നത്? അപ്പക്കാരന്റെ അപ്പക്കാരന്റെ പ്രമാണിയെ രാജാവ് കൊന്നുകളയുമെന്നും പാനപാത്രവാഹകനെ അതേ സ്ഥാനത്ത് മടക്കി കൊണ്ടുവരുമെന്നും യോസഫ് വ്യാഖ്യാനിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ദൈവത്തിന്റെ ജനമേ, ആ കാരാഗ്രഹത്തിനായിട്ടും കൃപയ്ക്ക് കുറവില്ല കേട്ടോ. ഇന്ന് പകൽക്കാലം ഞാൻ ദൂത് കൈമാറുകയാ. നാം
കഷ്ടതയോടെ പോകുമ്പോഴാണ് ആമേൻ ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നത്. 46 സങ്കീർത്തനം ആമേൻ 1-2 വാക്യം എന്താ വായിക്കുന്നത്? ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാ. ദൈവത്തിന്റെ ജനമേ, കഷ്ടതയിൽ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ആമേൻ. കഷ്ടതയിൽ നമ്മളെ കൈവിടുന്ന ദൈവമല്ല. ജീവിത സായാഹ്ന സമയത്ത് നടന്ന വ്യക്തി പുറകോട്ട് നോക്കിയപ്പോൾ താൻ കണ്ടത് ഇപ്രകാരമാണ്. പാട്ടുകാരൻ എഴുതി വച്ചിരിക്കുന്നു, തൻ്റെ പാദത്തിൻ്റെ കൂടെ 2 പാദം കൂടെ കണ്ടു. താൻ ചോദിച്ചു, ഇതാരുടെ പാദമാണ്? ദൈവം മോഹനെ, നിന്നെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ പാദമാണെന്ന് പറയുന്നുണ്ട്. അടുത്ത വരി ഇപ്രകാരമാണ്, കല്ലുകളും മുള്ളുകളും നിറഞ്ഞ പാതയിലൂടെ നടന്നപ്പോൾ തനിക്ക് 2 കാൽച്ചുവടെ കാണുവാൻ കഴിഞ്ഞുള്ളൂ. അവിടെ പാട്ടുകാരൻ പറയുന്നു, ദൈവമേ, ഈ ഭാഗത്ത് നീ എന്നെ തന്നെ കൈവിട്ടത് എന്താ? ദൈവം പറഞ്ഞൊരു ദൂതി പ്രകാരമാണ്, കുഞ്ഞേ, അത് നിന്റെ കാൽപാദമല്ല, എൻ്റെ കാൽപാദമാ. അവിടെ ഞാൻ നിന്നെ നടത്തിയില്ല, അവിടെ നീ എൻ്റെ തോളിലായിരുന്നു. ഇന്ന് പകൽക്കാല ഹല്ലേലൂയ ദൈവജനമേ, കഷ്ടതയില് ദൈവം നമ്മുടെ തക്ക തുണയായിരിക്കും. ഹല്ലേലൂയ. കരമൊന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അനേക അനുഭവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുകയാ. നോക്കിക്കേ, കരഞ്ഞ അമ്മയുടെ തലമുറ ഇപ്പോൾ എവിടെയാ? കാരാഗ്രഹത്തിനകത്താ. പക്ഷേ അതിനകത്തുനിന്ന് തന്നെ വിളിക്കേണ്ട സമയമായപ്പോൾ നോക്കിക്കേ, ദൈവം ഫറവോനെ ഒരു സ്വപ്നം കാണിച്ചു. ഫറവോൻ കണ്ട സ്വപ്നം എന്താണോ, അതിനെ വ്യാഖ്യാനിക്കാൻ എന്താണോ അറിയാതെ ഫറവോന്റെ കൊട്ടാരത്തിലുള്ളവർ എല്ലാവരും മാറി നിൽക്കുമ്പോൾ അപ്പോഴാണ് ആമേ നോക്കിക്കേ, പാനപാത്രവാഹകൻ അദ്ദേഹം പറയുന്നത്, കാരാഗ്രഹത്തിനകത്ത് ഒരുവൻ കിടപ്പുണ്ട്, അവൻ സ്വപ്നത്തെ വ്യാഖ്യാനിക്കാൻ കഴിവുള്ളവനാണ്. അവനെ വിളിപ്പാൻ പറഞ്ഞു. യോസഫിനെ വിളിച്ച് ഫറവോന്റെ അടുക്കൽ കൊണ്ടുവന്ന്, നിങ്ങൾ ശ്രദ്ധിച്ച്, ഫറവോൻ കണ്ട സ്വപ്നത്തെ താൻ വ്യാഖ്യാനിച്ച് കഴിഞ്ഞപ്പോൾ ഒരു വലിയ ക്ഷാമമുണ്ടാകാൻ പോകുന്നു. അതിൻ്റെ 2 ഘട്ടങ്ങളെ കുറിച്ച് കാണിച്ചപ്പോൾ അവസാനം ഈ സ്വപ്നം വ്യാഖ്യാനിച്ച ആ മേഖല യോസഫിനെ ഫറവോൻ പറഞ്ഞു, ഈ വ്യാഖ്യാനിച്ച നീയല്ലാതെ ഇതിനകത്ത് ആരാ നിൽക്കുവാൻ കഴിയുന്നത് പറഞ്ഞു. ആ ആ യോസഫിനെ ആ സ്ഥാനത്ത് ഫറവോനാക്കി. ഒന്ന് ശ്രദ്ധിച്ചേ, കരഞ്ഞ അമ്മയുടെ മകൻ കടന്നു വന്ന വഴി, കരഞ്ഞ മാതാവിൻ്റെ മകൻ കടന്നു വന്ന വഴി ഇപ്പോൾ എവിടെയാണ് ആയിരിക്കുന്നത്? ശ്രദ്ധിച്ചു നോക്കിക്കേ. മിസ്രയീമിന്റെ 2ാമനാക്കി യോസഫിനെ ദൈവം മാനിച്ചിരിക്കുകയാ. ദൈവത്തിന്റെ ജനമേ, പൊട്ടക്കിണർ വരട്ടെന്നേ, ആമേൻ, പൊത്തിപ്പേറിന്റെ കൂടാരം വരട്ടെന്നേ, 20 വെള്ളിക്കാശ് നിന്നെ വെറ്റിക്കളയട്ടെന്നേ, കൂട്ടുകാർ നിന്നോടുകൂടെ ഇല്ലെന്ന് വരട്ടെ, രക്തബന്ധങ്ങൾ നിന്നെ തള്ളിക്കളയട്ടെ, പക്ഷെ വിളിച്ചൊരു ദൈവം കൂടെയുണ്ട് കേട്ടോ. ആ ദൈവം തള്ളിക്കളയുന്ന ദൈവമല്ല. ഇന്ന് പകൽ ദൂത് പറയുന്നു, നിന്റെ കരച്ചിൽ കേൾക്കുന്ന ഒരു ദൈവമാണെന്ന് വചനം ഉറപ്പ് പറയുകയാ. ഇനി നിങ്ങൾ നോക്കിക്കേ, മിസ്രൈമെ നോക്കിക്കേ, വീണ്ടും കനാനിൽ ക്ഷാമമുണ്ടായപ്പോൾ യാക്കോബിന്റെ മക്കളെ മിസ്രൈമിലേക്ക് അയച്ച. അവിടെ ആഹാരമുണ്ടെന്ന് പറഞ്ഞു മിസ്രൈമിലേക്ക് 10 മക്കൾ വന്ന് ആ മേഖല സ്തോത്രം, അവർ 10 പേരും വന്ന് നിൽക്കുന്ന നിൽപ്പ് നിങ്ങൾ നോക്കിക്കേ, കൈകൂപ്പി നിൽക്കുകയാ. ആരുടെ മുൻപിലാ? പൊട്ടക്കിരട്ടി വലിച്ചെറിഞ്ഞ യോസഫിന്റെ മുന്നിൽ അവർ കൈകൂപ്പി നിൽക്കുകയാ 10 പേരും. ഇനി നിങ്ങൾ എന്നോട് ഒന്ന് പുറകോട്ട് പോയേ. കണ്ട സ്വപ്നം എന്താ? നമ്മൾ വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നു, നിങ്ങളുടെ കറ്റകൾ എൻ്റെ കറ്റയെ നമസ്കരിക്കുന്നു. ദൂത് നിവർത്തീകരിച്ചോ? 10 പേരും സഹോദരങ്ങളാ, അവർ മൂത്തവരാ. ഇളയവന്റെ ഇപ്പോൾ മിസ്രൈമിന്റെ 2ാമനാ. അവർക്ക് അവനെ അറിയത്തില്ല, പക്ഷെ അവൻ അവരെ അറിയാം. അവൻ നോക്കുമ്പോൾ അവർ 10 പേരും വന്ന് അവന്റെ മുൻപ് കൈകൂപ്പി നിൽക്കുകയാ. എന്താ കാര്യമെന്താ? കണ്ട ഒരു സ്വപ്നമുണ്ട് കേട്ടോ. ഇന്ന് പകൽക്കാലം ദൈവം ചില മേഖലയിൽ ദർശനങ്ങളെ തന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ദൈവം നമ്മളെ അതിന്റെ റൈറ്റ് ടൈമിൽ ദൈവം നമ്മളെ എത്തിക്കാൻ പോകുകയാ. ഒരു പക്ഷേ അതിനകത്തേക്ക് എത്തുന്നത് വരെ പ്രതികൂലങ്ങൾ ഉണ്ടാകാം. ആ മേഖലയിൽ അനേക വിഷയങ്ങൾ ഉണ്ടാകാം. ദൈവാത്മാ പറഞ്ഞ ഈശാന മൂലൻ പോലെ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചാലും ദൈവത്തിന്റെ ജനമേ, അതിന്റെ നടുവിലും ദൈവം നിന്നെ നിർത്താൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ ജയം. ദൂത് മനസ്സിലായി ദൈവത്തെ സ്തുതിക്കുകയാ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യുവജനമേ, ആമേൻ, അന്ന് കണ്ട ആ സ്വപ്നത്തിന്റെ യഥാർത്ഥമായ ഇത് കാണുന്നത് മിസ്രയീമിലകത്താണെങ്കിൽ അവിടെയാണ് സഹോദരങ്ങൾ പിന്നെ നമസ്കരിക്കുന്നതെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ദൈവം കാണിച്ച കാഴ്ചയ്ക്ക് മാറ്റമുണ്ടായോ? പക്ഷെ കണ്ട വ്യക്തി നടന്നു വന്ന വഴി ആമേൻ മുള്ളു നിറഞ്ഞ വഴിയായിരുന്നു, പൊട്ടക്കിണറിന്റെ അനുഭവമായിരുന്നു, പൊട്ടിപ്പേറിന്റെ കൂടാരത്തിന്റെ അനുഭവമായിരുന്നു. പക്ഷെ അതിനകത്തൂടെ നടത്തിയിട്ടും ദൈവം രണ്ടാമനായി മാനിച്ചത് ഒരമ്മയുടെ കണ്ണുനീരാ, ഒരമ്മയുടെ കരച്ചില, റാഹേലിന്റെ കരച്ചില് ദൈവം കേട്ടത് കൊണ്ട് ഈ തലമുറയെ ദൈവം മാനിച്ചത്. ചില യോസേപ്പുമാർ എഴുന്നേക്കട്ടെ, ഓ രക്തം ജയമെടുക്കുന്നു. ചില യോസേപ്പുമാർ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കും ദൈവസഭയ്ക്കകത്തുനിന്ന്. ചില യൗവനക്കാരെ ദൈവത്തിനകത്ത് കൊണ്ടുവരട്ടെ. കള്ളിനും കഞ്ചാവിനും മയക്കുമതിന് അടിമകളായ, ലഹരി മരുന്നിന് അടിമകളായ ചില യൗവനക്കാരെ ദൈവം ഈ ദേശത്ത് പിടിച്ചു കൊണ്ടുവരട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. മുരുകൻ സഹോദരന്റെ കുടുംബത്തെ, കർത്താവിന്റെ അഭിഷിക്ത കുടുംബത്തെ അതിനുവേണ്ടി ദൈവാത്മാവ് ഉപയോഗിക്കട്ടെ. ഈ ദേശാന്തരത്തുനിന്ന് ആമേൻ ചില യോസേപ്പുമാരെ, ഓ ദേശത്തിന് വേണ്ടാതെ, കുടുംബത്തിന് വേണ്ടാതെ, ആമേൻ ആമേൻ, ചാർച്ചക്കാർക്ക് വേണ്ടാതെ, രക്തബന്ധത്തിന് വേണ്ടാതെ വലിച്ചെറിയപ്പെട്ട ചില യോസേപ്പുമാരെ ഈ ദൈവസഭയ്ക്കകത്ത് ദൈവം കൊണ്ടുവരട്ടെ. ഇന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയം. ആമേൻ, 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 ആമേൻ. ദൈവസഭയ്ക്ക് ഉപദ്രവകാരിയായ പൗലോസിനെ, ശൗലിനെ ദൈവത്തിന് നേടുവാൻ കഴിയുമെങ്കിൽ ആമേൻ, ഈ ദൈവസഭയ്ക്ക് ഇതിന് കൂടുതൽ വിശ്വാസികളെ അടുത്ത മീറ്റിങ്ങിനകത്ത് ദൈവം കൊണ്ടുവരത്തക്ക രീതിയിൽ ചില ഡെലിവറൻസുകൾ ദൈവം വെളിപ്പെടുത്തുമാറാകട്ടെ. അതിശക്തമായിട്ട് പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ തീ, എന്റെ മകളുടെ ദൈവാത്മാവിന്റെ തീ ഇറങ്ങണങ്ങോട്ട്. പാപം ചവിട്ടുന്ന കൂടാരത്തിനകത്തുനിന്ന് സുവിശേഷം പറഞ്ഞ കുഞ്ഞുങ്ങളെ നടുവിനകത്തുനിന്ന് അവരെ ദൈവത്തിന് സഭയ്ക്കകത്ത് കൊണ്ടുവരത്തക്ക രീതിയിലാണ്. ചിലത് ഇരുട്ടിനകത്തുനിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ആ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ഒരുങ്ങുവാൻ തീ കൊണ്ട് ഓടണം, തീ കൊണ്ട് പോകട്ടെ. തീ കൊണ്ട് ഓടുന്ന ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ഓടട്ടെ. തീ തീ യേശുവിന്റെ നാമത്തിൽ ജയം. ഇന്ന് മകൾ ദൈവാത്മാവിൽ 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 ഒന്ന് പ്രതികരിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാ. കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന ചില യോസേപ്പുമാരെ, ജയിലിനകത്ത് കിടക്കുന്ന ചില യോസേപ്പുമാരെ ദൈവം പുറത്തു കൊണ്ടുവരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇതൊരു മിഷണറി ചർച്ചായിട്ട് മാറട്ടെ. ഒരു മിഷണറി ചർച്ചായിട്ട്. ശ്രീലങ്കയ്ക്കകത്തുനിന്ന് ചില യോസേപ്പുമാരെ ഇന്ദ്രദാസന്മാര് ചെല്ലുമ്പോൾ എഴുന്നേൽപ്പിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാ. ഓ രക്തം ജയം, ജയം, ജയം. ആത്മസാന്നിധ്യത്തിനായി സ്തോത്രം. രക്തം ജയമെടുക്കുന്നു, രക്തം ജയമെടുക്കുകയാ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം നൽകിയ നസ്രയന്റെ നാമം, ഓ യേശുവിന്റെ നാമത്തിൽ ആമേൻ. ദൈവാത്മാവ് ദൂത് കൈമാറുകയാ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം നൽകിയ നസ്രയന്റെ നാമത്തിൽ ഞാൻ ഇന്ന് ദൂത് പറയുന്നു. ആ നാമം പേറിക്കൊണ്ട് എന്റെ യേശുവിന് വേണ്ടി ഓടുവാൻ ഒന്ന് തയ്യാറായാൽ ഇന്ന് പകൽ ഇരുട്ടിൽ കിടക്കുന്ന, കാരാഗ്രഹത്തിൽ കിടക്കുന്ന, ജയിലിനകത്ത് കിടക്കുന്ന ചിലതിനെ, ചില യോസേപ്പുമാരെ ദൈവം പുറത്തു കൊണ്ടുവരുമെന്ന് ആത്മാവ് ദൂത് കൈമാറുകയാ. ആ ഒരു മിനിസ്ട്രിക്ക് വേണ്ടി ദിവസങ്ങൾ ഒരുങ്ങുവാൻ ദൈവാത്മാവ് ദൂത് കൈമാറുകയാ. അവൻ നിങ്ങളോട് ബന്ധപ്പെടുന്നവരോട് അവൻ യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ മതി, ദൈവം പ്രവർത്തിച്ചോളും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഉയർത്തപ്പെട്ടാൽ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കും. ദൈവസഭയുടെ ദൂത് കൈമാറുന്നു. ഈ ദിവസങ്ങൾ ഇവിടെ ഉയർത്തപ്പെടുന്ന യേശുവിന്റെ നാമമാ.
യേശുവിൻ്റെ നാമം പറയുന്ന വ്യക്തികളുടെ ഉള്ളിൽ തീ പോലെ വന്നിട്ട് അവരുടെ ഉള്ളിൽ പാപബോധം ഉണ്ടായിട്ട് അവർ ഈ ദൈവസഭയെ തേടി വരത്തക്ക രീതിയിൽ ഒരു ഡെലിവറൻസ് ഇതിനകത്ത് വെളിപ്പെടുമാറാകട്ടെ. ഞാൻ അങ്ങനെ ഒരു ഡെലിവറൻസ് ദൈവാത്മാവിൽ കാണുകയാ. തീ പോലെ പരിശുദ്ധാത്മാവിന്റെ തീ പോലെ ദൈവാത്മാവിന്റെ ഡെലിവറൻസ് ഇതിനകത്ത് വെളിപ്പെടുമാറാകട്ടെ. യെസ്, ഹല്ലേലൂയ. 147-ാം സങ്കീർത്തനം അതിൻ്റെ 9-ാമത്തെ വാക്യം. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. സർവശക്തനായ ദൈവത്തെക്കുറിച്ച് അവൻ ശക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിൻ്റെ വല്ലഭത്വം എന്തോ അതിനെക്കുറിച്ച് ശക്തമായി പറഞ്ഞിരിക്കുകയാണ്. ആമേൻ. നമ്മുടെ ദൈവത്തിൻ്റെ ജ്ഞാനം എന്തോ അതിനെക്കുറിച്ച് ശക്തമായി സങ്കീർത്തനം പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന്റെ ജനമേ, ആ സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുവാനിടയാകുന്നത്. അവൻ മനം തകർന്നവരെ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണമേ, ദൈവവചനത്തിൻ്റെ ആശ്വാസം നമുക്ക് ഈ വാക്യത്തിനകത്ത് കാണുവാൻ കഴിയുന്നു. ആമേൻ. 147-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. അവൻ മനം തകർന്നവരെ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വിവേകം അതിനന്തമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നക്ഷത്രങ്ങൾക്കൊക്കെയും പേരിടുന്നുവെന്ന് കാണുവാനിടയാകുന്നു. അവയെ പേർ ചൊല്ലി വിളിക്കുന്നവനാണെന്ന് കാണുവാൻ കഴിയുന്നു. എന്നിട്ട് അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം അതിനെ കൃത്യപ്രകാരമാണ് ഓർപ്പിക്കുന്നത്. യഹോവയാകുന്ന ദൈവം അഥവാ സർവശക്തനാകുന്ന ദൈവം അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവമാ. ഒന്ന് കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. ദൈവത്തിൻ്റെ ജനമേ, ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. കാരണം ആമേൻ, ഈ അണ്ടകടാകം മുഴുവൻ ദൈവത്തിൻ്റെ കരവിരുതിനാൽ ഉളവായതാണ്. അതുകൊണ്ട് തന്നെ സകലത്തെയും പരിപാലിക്കേണ്ടത് ദൈവമാണ്. അതുകൊണ്ടല്ല 24-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാണെന്ന് പറയുവാനിടയാകുന്നത്. അവിടെ എന്താണ് പറയുന്നത്? ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. ദൈവത്തിന്റെ ജനമേ, ഈ സർവചരാചരങ്ങളും ദൈവത്തിൻ്റെ വകയാണെന്ന് 24-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം ഓർപ്പിക്കുമ്പോൾ ആ ദൈവം സകലത്തെയും പരിപാലിക്കേണ്ട ദൈവമാ. അങ്ങനെയെങ്കിലോ ആമേൻ, അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. മൃഗത്തിന് വേണ്ട ആഹാരമല്ല കാക്കക്കുഞ്ഞിന് വേണ്ടത്. കാക്കക്കുഞ്ഞിന് വേണ്ട ആഹാരത്തെ അവിടെ പറയുന്നു അതതിൻ്റെ ആഹാരം. ഓരോന്നിനും വേണ്ട അതേ രീതിയിലുള്ള ആഹാരം കൊടുക്കുവാൻ ദൈവം സർവശക്തനാണെന്ന് അവിടെ തെളിയിക്കുകയാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, മൃഗത്തിനും കരയുന്ന കാക്കക്കുഞ്ഞിനും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം പകൽക്കാല ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ കരച്ചിൽ കേൾക്കുവാൻ കഴിയത്തില്ലേ? പകൽക്കാലം അല്പസമയം നാം ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്ന വിഷയം, നമ്മുടെ കരച്ചിൽ കേൾക്കുന്നൊരു ദൈവമുണ്ട്. ഒന്ന് കർത്താവിനെ മുഖത്തപ്പെടുത്തിയാട്ടെ. 147-ാം സങ്കീർത്തനം അതിൻ്റെ 9-ാമത്തെ വാക്യമാണ് കുറിവാക്യമെങ്കിൽ അതിനകത്ത് ഇപ്രകാരമാണ് ഓർപ്പിക്കുന്നതെങ്കിൽ അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞിനും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന സർവശക്തനായ ദൈവമാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ജനമേ, എൻ്റെ മുൻപാകെ ആയിരിക്കുന്ന വാത്സല്യ ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ ജനത്തോടും ഞാനൊരു ദൂത് കൈമാറട്ടെ. അവൻ മൃഗത്തിൻ്റെയും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവമാണെങ്കിൽ അതേ ദൈവം നമ്മുടെ കരച്ചിലും കേൾക്കുന്നൊരു ദൈവമാ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഒന്ന് കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കരച്ചിൽ കേൾക്കുന്ന ദൈവം. എന്തുകൊണ്ടാണ് നമ്മുടെ കരച്ചിൽ കേൾക്കുന്ന ദൈവമെന്ന് എന്നോട് പറയുവാനിടയായത്?
ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. വായിക്കാം മത്തായി സുവിശേഷം 6-ാം അധ്യായം 26-ാം വാക്യത്തിൽ. അവിടെ യേശു കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറയുന്നൊരു ഭാഗമുണ്ട്. വായിച്ചാട്ടെ. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. നിങ്ങൾ വചനം ശ്രദ്ധിച്ചോ? ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന ഈ മെസ്സേജിൻ്റെ വിഷയം നമ്മുടെ കരച്ചിൽ കേൾക്കുന്നൊരു ദൈവമുണ്ടെന്ന പകൽക്കാലം അനുഭവത്തിലൂടെ നമ്മുടെ കരച്ചിൽ കേൾക്കുന്നൊരു ദൈവത്തെ ആമേൻ പിൻപറ്റുവാൻ ദൈവം നമ്മളെ ഇത്രത്തോളം അനുഗ്രഹിച്ചുവെങ്കിൽ, ദൈവത്തിൻ്റെ ജനമേ, ആ കരച്ചിൽ കേൾക്കുന്നൊരു ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ ആഗതനായിരിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവിടെ ആമേൻ യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ തൻ്റെ മുൻപിലിരിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തോട് പറയുന്നൊരു പ്രത്യേകമാകുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വായിച്ചു കേട്ടത്. യേശു പറയുകയാണ്, ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ കൂട്ടിവെക്കുന്നില്ല. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്ന ദൈവമാ. ദൈവത്തിൻ്റെ ജനമേ, യേശു കർത്താവ് ഇത്ര സ്പഷ്ടമായിട്ട് തൻ്റെ മുൻപിലിരിക്കുന്ന ജനത്തോട് വിളിച്ചു പറയുകയാണ്, ആകാശത്തിലെ പറവകളെ ഒന്ന് നോക്കിക്കേ. അത് വിതയ്ക്കാത്ത, അത് കൊയ്യാതെ, കളപ്പുരയിൽ കൂട്ടിവെക്കാത്ത ആ പറവകളെ പുലർത്തുന്ന ഒരു ദൈവമുണ്ട്. ദൈവജനമേ, വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് വരുമ്പോൾ അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുമ്പോൾ, അതേ ദൈവത്തെ ആമേൻ കർത്താവ് തന്നെ ഗിരിപ്രഭാഷണത്തോട് വിളിച്ചു പറയുകയാണ്, ആമേൻ വിതയ്ക്കാത്ത, കൊയ്യാത്ത, കളപ്പുരയിൽ കൂട്ടിവെക്കാത്ത പറവകളെ പുലർത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ച് യേശു കർത്താവോടെ ഓർപ്പിക്കുകയാണ്. അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിക്കണമേ. ആ പറവകളെക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരാ. ആമേൻ. ആ വാക്യം എങ്ങനെയാണ് വായിക്കുന്നത്? സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത പദമാണ് ഓർപ്പിക്കുന്നത്, അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരാ. അങ്ങനെയെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണമേ. ആ പറവകളെക്കാൾ, ആമേൻ, വിതയ്ക്കാതെ, കൊയ്യാതെ, കളപ്പുരയിൽ കൂട്ടിവെക്കാത്ത ആ പറവകളെക്കാൾ ഞാനും നിങ്ങളും ഏറ്റവും വിശേഷത ഉള്ളവരാണെന്ന് യേശു കർത്താവോടെ ഉറപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ജനമേ, ആമേൻ, എന്തുകൊണ്ടാണ് ഈ പറവകളെക്കാൾ നമ്മൾ ഏറ്റവും വിശേഷത ഉള്ളവര്? ഒന്നും കൂടെ ഞാൻ ഇറങ്ങി പറയട്ടെ. ആ പറവകളെക്കാൾ ഏറ്റവും വിശേഷത ഉള്ളവരായതുകൊണ്ടല്ലേ നമ്മുടെ കരച്ചിലും ദൈവം കേൾക്കുന്നവനാ. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് പറയുന്നു, ആ പറവകളെക്കാൾ അഥവാ അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരാ. ദൈവത്തിൻ്റെ ജനമേ, നമുക്കറിയാം സൃഷ്ടിപ്പിനെ കുറിച്ച് വരുമ്പോൾ 6 ദിവസമാണ് സൃഷ്ടിപ്പ് നടക്കുന്നത്. സർവശക്തനായ ദൈവം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയിരിക്കുന്നു, നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ മേഖലയിൽ ആകാശം ഉണ്ടാകട്ടെ, ആമേൻ, ഭൂമി ഉണ്ടാകട്ടെ, സർവ്വചരാചരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിൻ്റെ ആമേൻ സൃഷ്ടിപ്പിനെ നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. ആകാശത്തിൽ കൂട്ടമായി പറവകൾ ഉണ്ടാകട്ടെ, ആമേൻ, സമുദ്രത്തിൽ ഒരു വലിയ മത്സ്യം ആമേൻ കൂട്ടമായി ജനിക്കട്ടെ എന്നെല്ലാം പറഞ്ഞ് കർത്താവ് സകലത്തെയും സൃഷ്ടിക്കുന്നതായ സൃഷ്ടിപ്പിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണമേ, 5 ദിവസത്തെ സൃഷ്ടിപ്പ് കഴിഞ്ഞ് ഈ സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചതിന് ശേഷം 6ാമത്തെ ദിവസം ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെയാ. മനുഷ്യനെ വിളിച്ചു വരുത്തുകയല്ല, മനുഷ്യനെ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കുകയായിരുന്നു. നമുക്കറിയാം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവം മനുഷ്യനെ വിളിച്ചു വരുത്തുവല്ല. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26 വരുമ്പോൾ, അതിൻ്റെ 26, 27 വരുമ്പോൾ അവിടെ പറയുന്ന ഇപ്രകാരമാണ്, നാം ഇറങ്ങിച്ചെന്ന് നമ്മുടെ സാദൃശ്യത്തിലും
സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. ദൈവത്തിൻ്റെ ജനമേ, സകലത്തിൻ്റെയും ആരംഭങ്ങളുടെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെ മനുഷ്യനെന്ന പദം അവിടെ ആരംഭിക്കുകയാണ്. അത് പറയുന്നത് ദൈവമാണ്. എന്താണ് പറഞ്ഞത്? നാം ഇറങ്ങിച്ചെന്ന് നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. അങ്ങനെയെങ്കിൽ ഈ മനുഷ്യനെ ദൈവം വിളിച്ചു വരുത്തിയതല്ല, ദൈവത്തിൻ്റെ കരവിരുതിനാൽ അവൻ വിരചിതമായതാണ്. എപ്രകാരം? തൻ്റെ സാദൃശ്യപ്രകാരം, ദൈവത്തിൻ്റെ സ്വരൂപപ്രകാരം. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ജനമേ, ആമൻ ആ പറവകളേക്കാൾ എന്ന് പറഞ്ഞാൽ കർത്താവ് പറയുന്ന ആമൻ ആ വിതയ്ക്കാതെ കൊയ്യാതെ കളപ്പുരയിൽ കൂട്ടിവെക്കാതെ ആ പറവകളേക്കാൾ ഞാനും നിങ്ങളും ഏറ്റവും വിശേഷതയുള്ളവരാകുന്നത് ദൈവം നമ്മളെ സൃഷ്ടിച്ചതാ, വിളിച്ചു വരുത്തിയതല്ല, ദൈവം നമ്മളെ സൃഷ്ടിച്ചതാ. ഇനി നിങ്ങൾ നോക്കിക്കേ, നിലത്തെ പൊടി കൊണ്ട് ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. എന്നിട്ട് ദൈവം അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി. ഹല്ലേലൂയ. തിരുവചനം ഇപ്രകാരമാണ് ഓർപ്പിക്കുന്നത്. 8-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഓർപ്പിക്കുന്നു, ദൈവത്തെക്കാൾ മാത്രം അല്പം മാത്രം താഴ്ത്തി അവനെ സൃഷ്ടിച്ചു, തേജസ്സും ബഹുമാനവും നീ അവനെ അണിയിച്ചിരിക്കുന്നു എന്നൊരു പദമുണ്ട്. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്ന് പറഞ്ഞാൽ ദൈവം സർവാധികാരിയാണ്. ആമേൻ. മനുഷ്യൻ അധികാരം കൊടുത്തിരിക്കുന്നവനാണ്. ദൈവം സർവവ്യാപിയാണ്. ആ ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന മനുഷ്യന് ദൈവം സകല അധികാരവും കൊടുത്തിരിക്കുന്നതാണ്. അവിടെ ഇപ്രകാരമാണ് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ സാദൃശ്യപ്രകാരം ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. ആ മനുഷ്യൻ്റെ മേൽ ദൈവം ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീരുവാനിടയായി. മാത്രമല്ല സകലത്തെയും നോക്കണമേ, ആമേൻ, ഭൂമിയിലുള്ള സകലത്തെയും അടക്കി വാഴുവാനുള്ള അധികാരം ദൈവം കൊടുത്തത് മനുഷ്യനാ. സകലത്തിൻ്റെ മേൽ വാഴുക എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം അങ്ങനെയെങ്കിലോ ആമൻ ആ പറവകളേക്കാൾ നമ്മൾ ഏറ്റവും വിശേഷതയുള്ളവരാകുന്നത് ദൈവം നമ്മളെ സൃഷ്ടിച്ചതായതുകൊണ്ടാ. അതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം ഓർപ്പിക്കുവാനിടയായത്. മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ കരച്ചിൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ദൈവത്തിൻ്റെ കരത്തിലേക്ക് നമ്മെ ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. ആമേൻ. വിഷയങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ പാദവിടെ കരയുന്ന ജീവിതമാണോ? ആമേൻ. നിലവിളിക്കുന്ന ജീവിതമാണോ? സങ്കടം പകരുന്ന ജീവിതമാണോ? ഇന്ന് പകൽക്കാലം വന്നത് വെറുതെയല്ല. നമ്മുടെ കരച്ചിൽ കേൾക്കുന്ന ഒരു സർവശക്തൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആ കർത്താവിൻ്റെ പേര് യേശുവെന്ന. ഒന്ന് കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കരച്ചിൽ കേൾക്കുന്നൊരു ദൈവം. സംഗീതത്തിനകത്ത് പറയുന്നുണ്ട്, ഹല്ലേലൂയ, ഞാൻ ഉച്ചത്തിൽ യഹോവയോട് നിലവിളിച്ചു, ഞാൻ ഉറക്കെ യാചിച്ചു, എൻ്റെ സങ്കടം അവൻ്റെ സന്നിധിയിൽ ബോധിപ്പിക്കുവാനിടയായി. കരച്ചിൽ മനുഷ്യന് തന്നിരിക്കുന്നൊരു വികാരമാണ്, അല്ലേ? ആ കരച്ചിൽ തിരിച്ചറിയുന്നത് ആ കരയുന്ന വ്യക്തിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ കണ്ണുനീര് അത് പുറത്തു വരുമ്പോൾ മാത്രമല്ല, ഹല്ലേലൂയ, കരച്ചിൽ ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നതിൻ്റെ ഒരു പ്രത്യേക ഇതാണ്. ആമേൻ, കണ്ണ് നിറഞ്ഞ് കണ്ണുനീര് പുറത്തേക്ക് വരും. ദൈവത്തിൻ്റെ ജനമേ, മാത്രമല്ല കേട്ടോ, ആമേൻ, ഉള്ളിൻ്റെ ഉള്ളിൽ തേങ്ങുന്നവരുണ്ടെന്ന് വചനം ഓർപ്പിക്കുകയാണ്. യഹോവ പറയുന്നു, ആമേൻ, നിൻ്റെ ഞരക്കം ഞാൻ അറിയുന്ന ദൈവമാ. ഹല്ലേലൂയ. ആമേൻ. നിലവിളിക്കുന്നവരുണ്ട്, ആമേൻ. സങ്കടം ബോധിപ്പിച്ച് കരയുന്നവരുണ്ട്, ആമേൻ. ദൈവാലയം വിട്ടു പോകാതെ, ആമേൻ, ഹല്ലേലൂയ, ഹന്ന എന്ന് പറയുന്ന സ്ത്രീ ആലയത്തിൽ കർത്താവിൻ്റെ യഹോവയുടെ പാദവിടെ അവിടെ ഇരിക്കുമ്പോൾ പുരോഹിതനാകുന്ന ഏലി പല കാര്യങ്ങൾ ഹന്നയെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ ഹന്ന പറഞ്ഞൊരു മറുപടി എന്തെന്നറിയാമോ? ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ദൈവത്തിൻ്റെ ദാസനെ, ആമേൻ, ഞാൻ വീഞ്ഞു കുടിച്ചു മത്തയായിരിക്കുകയല്ല, ഞാൻ എൻ്റെ സങ്കടം ദൈവത്തിൻ്റെ പാദവിടെ പകരുകയാ. ദൈവത്തിൻ്റെ ജനമേ, കരച്ചിലിൻ്റെ പല കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ചിലത്
നിലവിളിയായി മാറാം. ആമേൻ. നമുക്ക് പിടിച്ച് നിർക്കുവാൻ കഴിയാതെ വരുമ്പോൾ കരച്ചിൽ നിലവിളിയായിട്ട് മാറാം. മാത്രമല്ല, ചിലത് ദൈവത്തിൻ്റെ പാദവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ സങ്കടം ബോധിപ്പിച്ച് കരയുന്നത് കാണാം. യുവജനമേ, അപ്രകാരം ആമേൻ കരച്ചിൽ പലവിധമാണ്. ഏത് രീതിയിലാണെങ്കിലും ഇന്ന് പകൽക്കാലം എനിക്ക് ഉറപ്പ് പറയുവാനുള്ളത്, ആമേൻ, മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പകൽക്കാലം ഉറപ്പ് പറയുന്നു, നമ്മുടെ കരച്ചിൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുകയാ. ഹല്ലേലൂയ. നമ്മുടെ കരച്ചിൽ കേൾക്കുന്ന ഒരു ദൈവം, ഒരാളെ മാത്രം ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കരച്ചിൽ കേൾക്കുന്ന ദൈവമുണ്ടോ? ഒന്ന് വായിക്കാമോ? യിരെമ്യാവിൻ്റെ പ്രവചനം 31:15 വാക്യം. യിരെമ്യാവിൻ്റെ പ്രവചനം 31 അധ്യായം 15 വാക്യം വായിച്ചാട്ടെ. കാലസംഖ്യാ പുസ്തകത്തിൻ്റെ എഴുത്തുകാരനായി കണ്ണുനീരിൻ്റെ പ്രവാചകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന യിരെമ്യാവ് തൻ്റെ 31 അധ്യായത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ച് കേൾക്കുവാനിടയായത്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, കരച്ചിലും വിലാപവും കഠിനമായ നിലവിളിയും തന്നെ. റാഹേൽ തൻ്റെ മക്കളെ ചൊല്ലി കരയുന്നു, അവർ ഇല്ലായികയാൽ അവൾക്ക് ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു. ദൈവത്തിൻ്റെ ജനമേ, ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ, ഇവിടെ കരയുന്ന വ്യക്തിയുടെ പേര് റാഹേൽ എന്ന. അവൾ കരയുന്ന സ്ഥലം രാമ എന്നാണ് അറിയപ്പെടുന്നത്. അവൾ കരയുന്ന വിഷയം തലമുറകളെ ഓർത്ത. ശ്രദ്ധിക്കണേ, ഇന്ന് പകൽക്കാലം നമ്മുടെ കരച്ചിൽ കേൾക്കുന്നൊരു ദൈവം നമ്മുടെ നടുവിലുണ്ടെന്ന് ഈ വചനത്തിലുള്ള ദൈവം നമുക്ക് ഉറപ്പ് തരുമ്പോൾ, ആമേൻ, ഈ വചനത്തെ അവിടെ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഞാൻ ഈ പകൽക്കാലം വിശ്വസിക്കുന്നു, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ഉള്ളുരുകി കരയുന്ന ചില വ്യക്തികളുടെ വിഷയത്തിനകത്തേക്ക് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ കർത്താവ്, ആമേൻ, ഇന്ന് പകൽക്കാലം ആ വിഷയത്തിനകത്തേക്ക് ഇറങ്ങി. ആമേൻ, ഹല്ലേലൂയ. ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: കുഞ്ഞ്, നീ കരയുന്നത് എന്താണെന്ന് ചോദിക്കത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവൃത്തി ഈ പകൽക്കാലം വെളിപ്പെടുവാൻ ദൈവത്തിൻ്റെ കരത്തിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. യുവജനമേ, രാമയിൽ കരയുന്ന വ്യക്തി റാഹേലാണെന്നും അവളുടെ വിഷയം തലമുറകളെ ഓർത്താണെന്നും ആമേൻ തിരുവെടുത്തോർപ്പിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഇതേ വാക്യം ഒരു ഉദ്ധരണിയായിട്ട് മത്തായി സുവിശേഷകൻ, ആമേൻ, മത്തായി സുവിശേഷം 2:17 വാക്യത്തിൽ എടുത്തെഴുതിയിട്ടുണ്ട്. നമുക്കവിടെ കാണുവാനിടയാകുന്നത്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, യിരെമ്യാവ് എഴുതിയ ഇതേ വാക്യം എടുത്ത് മത്തായി സുവിശേഷകൻ ഒരു ഉദ്ധരണിയായിട്ട് എടുത്ത് ഉപയോഗിച്ചിരിക്കുകയാണ്. എന്താണ് ഇവിടുത്തെ കോണ്ടസ്റ്റ്? എന്താണ് ഈ വാക്യം അവിടെ എടുത്തെഴുതുവാൻ കാര്യം? ഇപ്രകാരമാണ് അതിൻ്റെ കോണ്ടസ്റ്റ് കാണുവാൻ കഴിയുന്നത്. ആമേൻ, ഹല്ലേലൂയ. വിദ്വാൻമാർ കിഴക്ക് കണ്ട നക്ഷത്രപ്രകാരം അവരെ യാത്ര ചെയ്ത്, ആ നക്ഷത്രത്തിന് പുറകെ യാത്ര ചെയ്ത്, ആമേൻ, യെരൂശലേമിൽ അവരെത്തുവാനിടയായി. അവരെത്തിയത്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, അന്നത്തെ രാജാവായിരിക്കുന്ന, ആമേൻ, ഹേരോദാവിൻ്റെ കൊട്ടാരത്തിലാണ്. ഹേരോദാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് അവർ ചോദിച്ച ചോദ്യം ഇപ്രകാരമാണ്: യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിച്ച് രാജാവിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ, നിങ്ങൾ ശ്രദ്ധിക്കണമേ, അന്ന് യഹൂദന്മാരുടെ രാജാവായി ആ ദേശത്ത് വാണരുളുന്ന ഹേരോദാവിൻ്റെ മുൻപിൽ ചെന്നവർ ചോദിച്ചപ്പോൾ ഹേരോദാവ് പരിഭ്രമിച്ചു പോയെന്ന് തിരുവചനം ഓർപ്പിക്കുകയാണ്. താൻ ഇതുവരെ ആ കാര്യം അറിഞ്ഞിട്ടില്ല. പക്ഷെ വിദ്വാൻമാർ പറഞ്ഞപ്പോഴാണ് താൻ അറിയുന്നത് ഇങ്ങനെ ഒരു ശിശു ജനിച്ചിരിക്കുന്നുവെന്ന്. ഹേരോദാവ് പറയുകയാണ്: നിങ്ങൾ ആ കുഞ്ഞിനെ കണ്ടെത്തി കഴിയുമ്പോൾ ആ കുഞ്ഞെവിടെ ആയിരിക്കുന്നു എന്ന് എന്നെ അറിയിക്കുക, ഞാനും വന്ന് ആ കുഞ്ഞിനെ നമസ്കരിക്കേണ്ടതിന് എന്ന് പറഞ്ഞ് വിദ്വാൻമാർ ആ കൊട്ടാരം വിട്ട് വീണ്ടും ഒരു നക്ഷത്രത്തിന് പുറകെ ചെന്ന് അമ്മയും കുഞ്ഞുമായിരിക്കുന്നിടത്ത് ചെന്ന് പൊന്നും മൂരും കുന്തിരിക്കവും യേശുവിൻ്റെ പാദവിടെ കാഴ്ച വെച്ചിട്ട് അവർ തിരിച്ച് ഹേരോദാവ് പറഞ്ഞ ആ ഭാഗത്തേക്ക്, അഥവാ രാജകൊട്ടാരത്തിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടി അവരാഗ്രഹിക്കുന്ന സമയം മത്തായി സുവിശേഷം 2:12 വാക്യത്തിൽ വായിക്കുന്നു: ദൂതൻ അവരോട് ഇടപെട്ടിട്ട് പറയുകയാണ്, നിങ്ങൾ ഹേരോദാവിൻ്റെ വഴിയായി
മടങ്ങിപ്പോകരുത്. യുവജനമേ, ദൈവത്തിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ അവർക്ക് ഇടപെട്ടിട്ട് പറയുകയാണ്, നിങ്ങൾ ഹേരോദാവിൻ്റെ വഴിയായി മടങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, അവർ വേറെ വഴിയായി സ്വദേശത്തിലേക്ക് മടങ്ങിപ്പോയി. ആമേൻ. ഹേരോദാവ് രാജാവായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുക്കൽ മടങ്ങി വരണമെന്ന് രാജാവ് പറഞ്ഞ രാജകൽപ്പന അനുസരിച്ച് വരുവാൻ വേണ്ടി ആഗ്രഹിച്ചവരെ അവിടെ മടങ്ങി വരാതെ വണ്ണം ആമേൻ ദൈവത്തിൻ്റെ ദൂതൻ അവരെ റൂട്ട് മാറ്റി വേറെ വഴിയായിട്ട് അവരെ അവരുടെ ദേശത്തേക്ക് അയക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനമേ, വിദ്വാൻമാർ തന്നെ കളിയാക്കി എന്ന് കണ്ടിട്ട് ആ വിദ്വാൻമാർ വന്ന നാളും നാഴികയും ആമേൻ നോക്കിയിട്ട് ആ സമയം മുതൽ ജനിച്ചിരിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയുവാനുള്ള പദ്ധതി ഹേരോദാവ് തയ്യാറാക്കി. യുവജനമേ, യഹൂദ സ്ത്രീകൾ പ്രസവിച്ച കുഞ്ഞുങ്ങളെ ആമേൻ ഹേരോദാവിൻ്റെ ആൾക്കാര് ജീവനോടതിനെ ആ കൊച്ചു കുഞ്ഞുങ്ങളെ കൊന്നുകളയുമ്പോൾ പ്രസവിച്ച അമ്മമാര് കരയുന്ന ഒരു കരച്ചിലുണ്ട് കേട്ടോ. ചോര കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അവർക്ക് മുലയൂട്ടുന്ന അമ്മമാരുടെ കയ്യിൽ നിന്ന് തലമുറകളെ മേടിച്ച് അതിനെ കൊന്നുകളയുന്ന സമയം ആമേൻ സ്വന്തം പെറ്റതള്ളകള് ആമേൻ അമ്മമാര് കരയുന്ന കരച്ചില് റാഹേലിൻ്റെ കരച്ചിലിനോട് ചേർത്ത് അവൻ ഇവിടെ യിരെമ്യാവ് എഴുതിയിരിക്കുന്ന അതേ വാക്യത്തെ എടുത്ത് മത്തായി സുവിശേഷങ്ങൾ ഒരു ഉദ്ധരണിയായി എടുത്തിരിക്കുകയാണ്. രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനമായ നിലവിളിയുമാണ്. റാഹേൽ മക്കളെ ചൊല്ലി കരയുന്നു. ദൈവത്തിൻ്റെ ജനമേ, തലമുറകളെ ഓർത്ത് കരയുന്ന, അവരുടെ മരണം കാണുവാൻ കഴിയാതെ കരയുന്ന യഹൂദ സ്ത്രീകളുടെ കരച്ചിലിനെ റാഹേലിൻ്റെ കരച്ചിലിനോട് അവൻ ഇവിടെ മത്തായി സുവിശേഷകൻ ചേർത്തെഴുതിയിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക, കരച്ചിൽ കേൾക്കുന്നൊരു ദൈവം നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. റാഹേൽ ആരാ നമുക്കറിയാൻ പറയണ്ട. ലാബാൻ്റെ രണ്ടാമത്തെ മകളാ. അല്ലെ, ലാബാൻ്റെ 2 മക്കളാണെന്നും മൂത്തവരുടെ പേര് ലേയയാണെന്നും രണ്ടാമത്തെ പേര് റാഹേലാണെന്നും നമുക്ക് തിരുവനന്തപുരത്ത് കാണുവാൻ കഴിയുന്നു. ആമൻ ഒന്നും കൂടി ഇറങ്ങി പറഞ്ഞാൽ യാക്കോബിൻ്റെ ഇഷ്ട ഭാര്യയായിരുന്നു റാഹേൽ. ആമൻ ഹല്ലേലൂയ, സ്തോത്രം. ആമൻ ജ്യേഷ്ഠൻ്റെ കയ്യിൽ നിന്ന് ജ്യേഷ്ഠാഭാസം തട്ടിയെടുത്ത് ഹല്ലേലൂയ, സ്തോത്രം. അമ്മയാകുന്ന റിബേക്കയുടെ വാക്ക് കേട്ട് അമ്മാച്ചൻ്റെ ഭവനത്തിലേക്ക് ഓടിപ്പോകുന്ന യാക്കോബിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അമ്മാച്ചൻ്റെ ഭവനം ലാബാൻ്റെ ഭവനത്തിൽ യാക്കോബ് എത്തിക്കഴിയുമ്പോൾ യാക്കോബ് റാഹേലിനെ ഇഷ്ടപ്പെടുന്നതായി കാണുവാനിടയാകുന്നു. എന്നാൽ അവിടുത്തെ സമ്പ്രദായം അനുസരിച്ച് മൂത്തവളെ നിർത്തി ഇളയവളെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന പതിവില്ലാത്തത് കൊണ്ട് മൂത്തവളെ ആദ്യം വിവാഹം കഴിക്കുന്നു, ലേയെ ആദ്യം വിവാഹം കഴിക്കുന്നു. റാഹേലിന് വേണ്ടി വീണ്ടും താൻ 7 വർഷം കൂടെ ലാബാന് വേണ്ടി വേല ചെയ്ത് റാഹേലിനെ സ്വന്തമാക്കുന്നു. ഈ റാഹേലിനെ കുറിച്ചാണ് യിരെമ്യാവിൻ്റെ പ്രവചനത്തിനകത്ത് യിരെമ്യാവ് എഴുതിയിരിക്കുന്നത്. റാഹേൽ മക്കളെ ചൊല്ലിക്കരയുകയാ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഹല്ലേലൂയ, സ്തോത്രം. വിഷയത്തിനകത്തേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇറങ്ങുവാൻ ദൈവത്തിൻ്റെ കരത്തിലേക്ക് നമ്മെ ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. തലമുറകൾക്ക് വേണ്ടി കരയുന്നവർക്കായി ഞാൻ ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുകയാ, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ. ആ ദൈവം സർവശക്തനായി ഇന്ന് പകൽ നമ്മുടെ നടുവിൽ ഇറങ്ങി വന്ന് യേശുവിൻ്റെ നാമത്തിൽ വചനത്തിൻ്റെ സാന്നിധ്യം ജനത്തിൻ്റെ മേൽ വെളിപ്പെടുമ്പോൾ വിഷയം എന്ത് തന്നെയാണെങ്കിലും അതിനകത്തേക്ക് ദൈവം തന്റെ ദൂതനെ അയക്കുന്ന പകലായി മാറട്ടെ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഈ പകൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. റാഹേൽ തന്റെ മക്കളെ ചൊല്ലി കരയുന്നു. റാഹേലിനെ സ്വന്തമാക്കുവാൻ യാക്കോബ് ആഗ്രഹിച്ചിട്ടും ലഭിച്ചത് ലേയയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ലേയെക്കുറിച്ച് പറയുന്നത് അവൾ സൗന്ദര്യമില്ലാത്തവളും ശോഭ കുറഞ്ഞവളുമാണെന്നാണ് തിരുവചനം ഓർപ്പിക്കുന്നത്. ചരിത്രം പറയുന്നത് ലേയുടെ കണ്ണ് പശുവിൻ്റെ കണ്ണ് പോലെ ഉന്തി നിൽക്കുന്ന കണ്ണും അപ്രകാരം സൗന്ദര്യ കുറവുള്ളവളായിരുന്നുവെന്ന് ലേയെക്കുറിച്ച് പറയുന്നു. എന്നാൽ റാഹേലോ സൗന്ദര്യമുള്ളവരും ഹല്ലേലൂയ സുന്ദരിയുമാണെന്ന് തിരുവചനത്തിനകത്തും അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആ സൗന്ദര്യമുള്ള റാഹേലിനെ സ്വന്തമാക്കുവാനാണ് യാക്കോബ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഇഷ്ടഭാര്യയെ സ്വന്തമാക്കുവാൻ വേണ്ടി വന്നപ്പോൾ ലേയ അനിഷ്ട എന്ന് തിരുവചനം ഓർപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ യാക്കോബിന് ഇഷ്ടമില്ലാത്ത ഭാര്യയായിരുന്നു റാഹേൽ. പക്ഷെ ദൈവത്തിൻ്റെ ജനമേ, ഇവിടെ തിരുവചന പ്രകാരമാണ് കാണുവാനിടയാകുന്നത്. നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവത്തിന് ഇഷ്ടമാകത്തില്ല. നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവത്തിന് അനിഷ്ടമാകാം.
നമ്മുടെ പല കാര്യങ്ങൾക്കും ദൈവം യേശു പറയണമെന്നില്ല. പകൽക്കാലം ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞത് അനിഷ്ട എന്ന് ലേയയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പദം തിരുവചനത്തിനകത്തുണ്ട്. ലേല ഇഷ്ടമില്ലാത്തവളായിരുന്നു. ഭാര്യയ്ക്ക് വേണ്ടി വീണ്ടും റാഹേൽ 7 വർഷം കൂടെ അവളെ സ്വന്തമാക്കുവാൻ വേണ്ടി യാക്കോബ് വീണ്ടും ലാബാന് വേല ചെയ്യുവാനിടയായി. എന്നാൽ ദൈവത്തിൻ്റെ ജനമേ, തിരുവെഴുത്തോർപ്പിക്കുന്നത് അനിഷ്ട എന്നെഴുതി തള്ളിയ ഇഷ്ടമില്ലാത്ത ഭാര്യയായ ലേയയുടെ മേൽ റാഹേലിൻ്റെ ഇഷ്ടം വരത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെടുവാനിടയായി. എന്താണ് സംഭവിച്ചത്? തിരുവെഴുത്ത് ഇപ്രകാരം ഓർപ്പിക്കുന്നു. റാഹേലിന്റെ ഗർഭത്തെ ദൈവം അടച്ചിട്ട് ലേയയുടെ ഗർഭത്തെ ദൈവം തുറക്കുവാനിടയായി. അവിടെ ഇപ്രകാരമാണ് ഓർപ്പിക്കുന്നത്. യാക്കോബിന് ലേയ ആദ്യത്തെ 4 ആൺമക്കളെ പ്രസവിക്കുവാനിടയായി. ഒന്നാമത്തെ മകൻ്റെ പേര് രൂബേൻ എന്ന, രണ്ടാമത്തെ മകൻ്റെ പേര് ശിമയി എന്ന, മൂന്നാമത്തെ മകൻ്റെ പേര് ലേവി എന്ന, നാലാമത്തെ മകൻ്റെ പേര് യഹൂദ എന്ന. ദൈവത്തിൻ്റെ ജനമേ, അവിടെ ഇപ്രകാരമാണ് കാണുവാൻ കഴിയുന്നത്. ഇഷ്ടഭാര്യയല്ലാത്ത അഥവാ അനിഷ്ട എന്ന് കണ്ടവിടെ ഗർഭത്തെ ദൈവം തുറന്നിട്ട് റാഹേലിൻ്റെ ഗർഭത്തെ ദൈവം അടച്ച് ഇപ്പോൾ ലേയ തനിക്ക് 4 ആൺമക്കളെ പ്രസവിക്കുവാനിടയായി. ഇനി നിങ്ങൾ നോക്കിക്കേ, റാഹേലിന്റെ കരച്ചിലിനെ കുറിച്ച് യിരെമ്യാ പ്രവാചകൻ എഴുതിയിരിക്കുന്ന പദം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ എന്തിനു വേണ്ടിയാ, എന്തുകൊണ്ടാ റാഹേൽ കരയുന്നതെന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും. ഒന്നുകൂടെ വായിച്ചാട്ടെ. യിരെമ്യാ 31:15. യെസ്, നിങ്ങളെ പദം ശ്രദ്ധിച്ചോ? റാഹേൽ കരയുന്ന വിഷയം മക്കളെ കുറിച്ചാ. പക്ഷേ അവർ ഇല്ലായികയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ അവൾക്ക് മനസ്സില്ലായിരുന്നു. അർത്ഥാൽ ജനിക്കാത്ത കുഞ്ഞുങ്ങളെ ഓർത്ത റാഹേൽ കരഞ്ഞത്. താൻ പ്രസവിക്കാത്ത കുഞ്ഞുങ്ങളെ ഓർത്ത റാഹേൽ കരഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, അനിഷ്ട എന്ന് കണ്ട ലേയയുടെ ഗർഭത്തെ ദൈവം തുറന്നപ്പോൾ അതേ ദൈവം റാഹേലിന്റെ ഗർഭത്തെ അടച്ചെന്ന് വചനമുണ്ട്. അതുകൊണ്ട് തന്നെ യാക്കോബിന് 4 ആൺമക്കളെ ലേയ പ്രസവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനമേ, ആ പ്രസവിച്ച ലേയയോട് യാക്കോബിന് ഇഷ്ടമുണ്ടാകുന്നൊരു അനുഭവം മാത്രമല്ല, സ്തോത്രം, പരമ്പരാഗതമായി റാഹേൽ ഈ ജനിക്കാത്ത കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്നതിൻ്റെ ഒരു വലിയ കാര്യമുണ്ട് കേട്ടോ. ഇവിടുന്ന് ശ്രദ്ധിക്കണമേ. ഇന്ന് നമ്മൾ കരയുന്നതോ, നമ്മൾ പ്രസവിച്ച കുഞ്ഞുങ്ങളെ ഓർത്ത്, ജനിപ്പിച്ച കുഞ്ഞുങ്ങളെ ഓർത്ത് മാതാപിതാക്കന്മാർ കരയുമ്പോൾ, ഇവിടെ തിരുവചനത്തിനകത്ത് പ്രസവിക്കാത്ത കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്ന ഒരു സ്ത്രീയെ കുറിച്ചാണ് തിരുവചനം ഓർപ്പിക്കുന്നത്. അത് റാഹേലാണ്. അവർ ഇല്ലായികയാൽ അവൾ മക്കളെ കുറിച്ച് കരയുന്നു. അവർ ഇല്ലായകയാൽ അവൾക്ക് ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നുവെന്ന് തിരുവചനം ഓർപ്പിക്കുകയാ. എന്തുകൊണ്ടാണ് റാഹേൽ ജനിക്കാത്ത കുഞ്ഞുങ്ങളെ ഓർത്ത്, താൻ പ്രസവിക്കാത്ത കുഞ്ഞുങ്ങളെ ഓർത്ത് റാഹേൽ കരയുന്നത്? ഈ പകൽക്കാലം നമ്മുടെ വിഷയം മറന്നു പോകരുത്. ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ കരച്ചിൽ കേൾക്കുന്ന ഒരു സ്വർഗമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് റാഹേൽ തനിക്ക് ജനിക്കാത്ത കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്നത്, താൻ പ്രസവിക്കാത്ത കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്നത്? ഇസ്രായേലിൽ പരമ്പരാഗതമായി ചില അവകാശങ്ങളുണ്ട്. എന്നൊന്ന് ശ്രദ്ധിക്കണമേ. ഇസ്രായേലിൽ പരമ്പരാഗതമായി കൈമാറപ്പെടുന്ന ചില അവകാശങ്ങൾ. ആ അവകാശത്തിൽ ഒന്നാമത്തെ അവകാശമാണ് ജ്യേഷ്ഠാവകാശം. ആ ജ്യേഷ്ഠാവകാശം ആർക്ക് ലഭിച്ചു? ലേയയുടെ മൂത്ത മകനാകുന്ന രൂബേന് ലഭിച്ചു. മൂത്തവനായ രൂബേന് ജ്യേഷ്ഠാവകാശം ലഭിച്ചപ്പോൾ അടുത്ത അവകാശമാണ് പ്രഭുസ്ഥാനം. ഇസ്രായേലിൽ പാരമ്പര്യമായി കൈമാറപ്പെടുന്ന അടുത്തൊരു അവകാശമാണ് പ്രഭുസ്ഥാനം. പ്രഭുസ്ഥാനം എന്ന് പറയുന്ന ഈ പദവിയിൽ ലഭിച്ചത് ലേയയുടെ 2ാമത്തെ മകനാകുന്ന ശിമയിക്ക. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ജ്യേഷ്ഠാവകാശം രൂപേന്, പ്രഭുസ്ഥാനം ശിമയിക്ക്, അടുത്തത് പൗരോഹിത്യം ലേയ പ്രസവിച്ച 3ാമത്തെ മകനാകുന്ന ലേവിക്ക് ലഭിച്ചു.
ജനമേ, അടുത്തത് രാജ്യസ്ഥാനമാണ്. രാജ്യസ്ഥാനം ലഭിച്ചത് യഹൂദാ ഗോത്രത്തിൽ നിന്നാണ് രാജാക്കന്മാർ വരേണ്ടത്. യേശു യഹൂദാ ഗോത്രക്കാരനാ, ദാവീദ് യഹൂദാ ഗോത്രക്കാരനാ. രാജാക്കന്മാർ വരേണ്ട ഗോത്രം യഹൂദാ ഗോത്രമാ. ജനമേ, ആ രാജ്യസ്ഥാനം ലഭിച്ചത് ലേയയുടെ 4ാമത്തെ മകനാകുന്ന യഹൂദായ്ക്ക. അങ്ങനെയെങ്കിൽ ഇവിടെ റാഹേൽ കരയുന്നതിൻ്റെ ഒരു റീസൺ, ഒരു കാരണം എന്താണെന്നറിഞ്ഞാൽ, ജനമേ, ഇനിയും ഞാൻ തലമുറകളെ പ്രസവിച്ചാൽ, ഇനിയും ഞാൻ മക്കളെ പ്രസവിച്ചാൽ, ജനമേ, ഇസ്രയേലിൽ പരമ്പരാഗതമായി കൈമാറപ്പെടുന്ന ഒരവകാശങ്ങളും തൻ്റെ തലമുറകൾക്ക് ബാക്കിയില്ല എന്ന് കണ്ടുകൊണ്ടാണ് റാഹേൽ ജനിക്കാത്ത, താൻ പ്രസവിക്കാത്ത കുഞ്ഞുങ്ങളെ ഓർത്ത് റാഹേൽ കരയുന്നത്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ. എന്നാൽ തിരുവചനം ഇപ്രകാരമാണ് ഓർപ്പിക്കുന്നത്. റാഹേലിന്റെ കരച്ചിലിനെ കുറിച്ച് യിരെമ്യാവ് എടുത്തെഴുതിയിരിക്കുകയാണ്. രാമയിൽ ഒരു കരച്ചിൽ കേൾക്കുന്നു, വിലാപവും കഠിനമായ നിലവിളിയും തന്നെ. റാഹേൽ തന്റെ മക്കളെ ചൊല്ലി കരയുന്നു എന്ന് തിരുവചനത്തിനകത്ത് യിരെമ്യാവ് എടുത്തെഴുതിയിരിക്കുകയാ. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ അതിന്റെ നേരെ മറുപുറം പറയട്ടെ. കരയുന്ന റാഹേലിന്റെ കരച്ചിലിനെ ദൈവം കേട്ടുവന്ന് തിരുവചനം നമുക്ക് ഉറപ്പു തരികയാ. വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ ഇപ്രകാരം ഓർപ്പിക്കട്ടെ, റാഹേലിന്റെ കരച്ചില് കേൾക്കേണ്ട വ്യക്തി കേട്ടുവന്ന് തിരുവെടുത്തോർപ്പിക്കുകയാ. ദൈവത്തിന്റെ ജനമേ, ജനിക്കാത്ത കുഞ്ഞുങ്ങൾ, പ്രസവിക്കാത്ത തലമുറകൾ, എന്താ അവകാശങ്ങളൊന്നും ബാക്കിയില്ല. ജ്യേഷ്ഠാവകാശം രൂപേന് പോയി, പ്രഭുസ്ഥാനം ശിമയിക്ക് പോയി, പൗരോഹിത്യം ലേവിക്ക് പോയി, രാജ്യസ്ഥാനം യഹൂദായ്ക്ക് പോയി. ഇനിയും താൻ തലമുറകളെ പ്രസവിച്ചാൽ ഒരവകാശങ്ങളും ബാക്കിയില്ല എന്ന് ഓർത്തുകൊണ്ട് റാഹേൽ ജനിക്കാത്ത കുഞ്ഞുങ്ങളെ ഓർത്ത് അതികഠിനമായി കരഞ്ഞുവെന്ന് തിരുവെഴുത്തോർപ്പിക്കുകയാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം തിരുവചനം ഓർപ്പിക്കുന്നു, അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന സർവശക്തനായ ദൈവമാണെങ്കിൽ, തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ ഒന്നും കൂടി ഇറങ്ങിപ്പോയി നമ്മുടെ കരച്ചില് കേൾക്കുന്ന ഒരു സ്വർഗമുണ്ട് കേട്ടോ. ഒന്ന് കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയം. നമ്മുടെ കരച്ചിൽ കേൾക്കുന്നൊരു ദൈവം. ഹല്ലേലൂയ. വിശ്വസിക്കാമോ? നമുക്ക് നമ്മുടെ കരച്ചിൽ കേൾക്കുന്നൊരു ദൈവമുണ്ട്. ദൈവജനമേ, ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ കരച്ചിൽ കേൾക്കുന്നൊരു ദൈവമെന്ന് പറയും. റാഹേലിൻ്റെ കരച്ചിൽ എല്ലാം എടുത്ത് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഉൽപ്പത്തി 35:16 വായിച്ചേ. ഉൽപ്പത്തി 35:16. അവർ ബേഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ട് എഫ്രാത്തയിലെത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു. അടുത്ത വാക്യം മതി. അടുത്ത വാക്യം വായിച്ചേ. അവൻ്റെ അപ്പനോ, ശ്രദ്ധിക്കണേ, റാഹേലിൻ്റെ 2ാമത്തെ മകൻ്റെ കാര്യം പറയുന്ന ഒരു ഭാഗമായത്. 2ാമത്തെ മകനെ ഗർഭം ധരിച്ചവർ ബേഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ട് എഫ്രാത്തയിലെത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേലിന് പ്രസവവേദന ഉണ്ടായിട്ട് അവൾ 2ാമത്തെ മകനെ പ്രസവിക്കുകയാണ്. സൂതുകർമ്മിണി പറയും, ഇതും ഒരു ആൺകുഞ്ഞാന്ന് പറയുമ്പോൾ അവൾ ആ കുഞ്ഞിന് ബെനോനി എന്ന് പേരിട്ട് അവിടെ വെച്ച് മരിച്ചു പോകുക. റാഹേൽ ആ വഴിയരികെ വെച്ച് മരിക്കുന്നു. റാഹേലിനെ അടക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, 2ാമത്തെ മകനെ പ്രസവിച്ച് റാഹേൽ മരിച്ചു. അമ്മയിട്ട പേര് ബെനോനി എന്ന. ബെനോനി എന്ന് പറഞ്ഞാൽ എൻ്റെ കഷ്ടതയുടെ പുത്രൻ എന്നാ. എന്നാൽ അപ്പനാകുന്ന യാക്കോബ് അവനിട്ട പേര് ബെന്യാമീൻ. കണ്ടോ, ബെനോനി മാറി, ഇപ്പോൾ ആരായി മാറി? ബെന്യാമീനായി മാറി. ഇനി നിങ്ങൾ നോക്കിക്കേ, ബെന്യാമീൻ എന്ന പദത്തിൻ്റെ അർത്ഥം എൻ്റെ വലങ്കൈയുടെ പുത്രൻ. ഹലോ, ഇന്ന് പകൽക്കാലം അമ്മ ഇട്ടത് കഷ്ടതയുടെ പുത്രനെന്നാ. അമ്മ മരിച്ചു, പക്ഷെ അപ്പൻ അവനെ പേരൊന്നും മാറ്റി. ബെനോനിയെ ദൈവം എന്താക്കി മാറ്റി? ബെന്യാമീനാക്കി മാറ്റി.
കർത്താവയുടെ പുത്രൻ എന്നർത്ഥം വരുന്ന പേര് മാറ്റിയിട്ട് അവന് എൻ്റെ വലങ്കയുടെ പുത്രൻ എന്ന പേര് കൊടുത്തു. പക്ഷെ ഒരു കാര്യം, അമ്മപ്പാൽ കുടിക്കാൻ കഴിയാതെ ബെന്യാമീൻ വളർന്നത്. ഹലോ അല്ലേ? അമ്മപ്പാൽ കുടിക്കാതെ ബെന്യാമീൻ വളർന്നു വന്നത്. ഒന്നും കൂടെ ഇറങ്ങി പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, ആ അമ്മയുടെ സാന്നിധ്യമോ ഇതൊന്നും അനുഭവിക്കുവാൻ കഴിയാതെയാണ് ഇളയ മകനാകുന്ന ബെന്യാമീൻ വളർന്നു വരുന്നത്. ഹല്ലേലൂയ യാക്കോബിൻ്റെ ഏറ്റവും അവസാനത്തെ മകനാ ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ അവിടെ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരമാണ് ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ ദൈവജനമേ, ആ വാക്യത്തിൽ ഞാൻ വേഗത്തിൽ വരട്ടെ. റാഹേലിൻ്റെ കരച്ചില് കേട്ട ദൈവം നോക്കിക്കേ, ഈ തലമുറയെ എന്ന് ദൈവം മാനിച്ചു. ഹല്ലേലൂയ. ഒന്ന് വായിക്കാമോ? ഒന്ന് വായിച്ച് 68 സങ്കീർത്തനം 25 വാക്യം ഒന്ന് താഴേക്ക് വേഗത്തിൽ വായിച്ചേ. 68 സങ്കീർത്തനം 25 വാക്യം വായിച്ചാട്ടെ. അറുപത്തിയെട്ടിന്റെ 25. സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ പിൻപിൽ നടന്നു. തപ്പ് കൊട്ടുന്ന കന്യക, നിങ്ങൾ ശ്രദ്ധിച്ച്, തപ്പ് കൊട്ടുന്ന കന്യക ഇരുപുറവും നടന്നു. ഇസ്രയേലിൻ്റെ ഉറവിൽ നിന്നുള്ളവേ സഭായോഗങ്ങളിൽ നമ്മൾ കർത്താവായ ദൈവത്തെ വാഴ്ത്തുവീൻ. നിങ്ങൾ ശ്രദ്ധിച്ച്, അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീനും യഹൂദ പ്രഭുക്കന്മാരും സെബൂലൂൻ പ്രഭുക്കന്മാരും നപ്താലി പ്രഭുക്കന്മാരും ഉണ്ട് അവിടെ. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഹല്ലേലൂയ സ്തോത്രം. തപ്പ് കൊട്ടുന്ന കന്യക ഇരുപുറവും ഹല്ലേലൂയ സ്തോത്രം. അവിടെ താളക്കാർ മുൻപിൽ നടക്കുന്നു. അങ്ങനെല്ലാം നടക്കുന്ന അവിടെ തിരുവചനം ഓർപ്പിക്കുകയാണ്, അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമീൻ. ഈ ബെന്യാമീനെ കുറിച്ച് തിരുവെടുത്ത് പറയുന്നത് എന്താണ്? ഹല്ലേലൂയ സ്തോത്രം. ഈ ബെന്യാമീനെ പ്രസവിച്ച സമയം തന്നെ അമ്മ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഒന്നും കൂടി ഇറങ്ങി പറഞ്ഞാൽ, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച കരഞ്ഞ അമ്മ ഈ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ തന്നെ മരിച്ചുപോയി. അമ്മപ്പാല് കുടിക്കാതെ വളർന്നു വന്നവനാ ബെന്യാമീൻ. പക്ഷേ ആ ബെന്യാമീനെ ദൈവം ആരാക്കി മാറ്റി? നായകനാക്കി മാറ്റി. ഹലോ ദൈവത്തിന്റെ ജനമേ, യഹൂദ പ്രഭുക്കന്മാരുടെ നടുവിൽ, സെബൂലൂൻ പ്രഭുക്കന്മാരുടെ നടുവിൽ, നഫ്താലി പ്രഭുക്കന്മാരുടെ നടുവിൽ ദൈവം ഈ ബെന്യാമീനെ ആരാക്കി? നായകനാക്കി. ഈ ബെന്യാമീനെ കുറിച്ച് പറയുന്നു, ചെറിയ ബെന്യാമീൻ. എന്താ ചെറിയ ബെന്യാമീൻ? ആ അപ്പൻ ഏറ്റവും ഇളയവനാണ് ഈ ബെന്യാമീൻ. പക്ഷേ ദൈവം ആ ചെറിയ ബെന്യാമീനെ ആരാക്കി മാറ്റി? മറ്റുള്ളവരുടെ നടുവിൽ ഒരു നായകനാക്കി മാറ്റി. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയണ്ടേ? ഒരമ്മയുടെ കരച്ചിൽ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ദൈവത്തിന്റെ ജനമേ, ഞാനൊരു ദൂത് കൈമാറുകയാ. ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ചുള്ള വാഗ്ദത്തം ദൂതുകൾ നിങ്ങളുടെ മാതാക്കളായിരിക്കും കേട്ടത്. നിങ്ങളെ ഉദരത്തിൽ ചുമന്ന സമയമായിരിക്കും ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ച് ദൂതുകൾ കേട്ടത്. ഒരുപക്ഷെ നിങ്ങളുടെ മാതാവ് ഇന്ന് ഈ ലോകത്ത് നിങ്ങളെക്കുറിച്ച് ദൂത് കേട്ട പിതാവോ മാതാവോ ഈ ഉലകത്തിൽ ലോകത്തിലില്ലായിരിക്കാം. അവർ മരണം വഴിയായി മാറ്റപ്പെട്ടായിരിക്കാം. പക്ഷെ ഒരു ദൂത് കേട്ടവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാലും പറഞ്ഞ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനമേ, ദൂത് മനസ്സിലായി ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാക്കന്മാരെല്ലാവരും മരിച്ചുവെന്ന് പുറപ്പാട് ദിവസം 1:6 വായിക്കുകയാ. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസഫ് എന്നീ സഹോദരന്മാരും പിതാക്കന്മാരെല്ലാവരും മരിച്ചു. അവർ ഒരു വലിയ സന്താന സമ്പന്നരായി. മിസ്രൈമിൽ ഒരു വലിയ ജനതയായി പെരുകി. ഫറവോൻ യോസഫിനെ അറിയാത്തൊരു പുതിയ ഫറവോൻ വന്ന് ഇസ്രായേൽ ജനത്തെ എന്ത് ചെയ്തു? അവരുടെ മേൽ അടക്കി വാഴുവാൻ വേണ്ടി വന്നു. ഇതിനകത്തൊരു ദൂത് കൂടെ ഞാൻ പറഞ്ഞത് മുൻപോട്ട് വേഗത്തിൽ പോകാം. ദൈവത്തിന്റെ ജനമേ, പിതാക്കന്മാർ ആരാ? പിതാക്കന്മാർ ദൈവത്തെ കണ്ടവരാ. പിതാക്കന്മാർ ദൈവശബ്ദം കേട്ടവരാ. പിതാക്കന്മാർ ദൈവത്തിന്റെ അത്ഭുതം കണ്ടവരാ. പിതാക്കന്മാരോട് കൂടെ ദൈവം കൂടെ വസിച്ചവരാ. പിതാക്കന്മാര് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ വാഗ്ദത്ത നഗരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാ. ഇന്ന് പൽക്കാലം അങ്ങനെയെങ്കിൽ ആ പിതാക്കന്മാര് മരിച്ചു മാറ്റപ്പെട്ട തലമുറകള് മിസ്രൈമിൽ ശേഷിച്ചപ്പോൾ
യോസഫിനെ അറിയാത്ത പുതിയ ഫറവോൻ വന്ന് തലമുറകളുടെ മേൽ മേയാൻ വന്നപ്പോൾ ഒരു ദൂത് പറയാൻ ദൈവത്തിന്റെ ജനമേ, പിതാക്കന്മാരെ മരിച്ചിട്ടുള്ളൂ, പിതാക്കന്മാരുടെ ദൂത് പറഞ്ഞ ദൈവം മരിച്ചില്ല. ഹല്ലേലൂയ. അബ്രഹാമേ മരിച്ചുള്ളൂ, അബ്രഹാമിനോട് ദൂത് പറഞ്ഞ ദൈവം മരിച്ചില്ല. അബ്രഹാമേ, ഈ ചവിട്ട് നിൽക്കുന്ന ദേശം നിന്റെ സന്തതിക്ക് ഞാൻ അവകാശമായി കൊടുക്കാൻ പോകുകയാണ്. അബ്രഹാമിന് ദൂത് പറഞ്ഞൊരു ദൈവമുണ്ട്. അന്ന് തലമുറകളില്ല. ആമേ, നീ ആകാശ നക്ഷത്രങ്ങളെ പോലെ, ആമേ, കടൽത്തീരത്തെ മണത്തരികളെ പോലെ ഞാൻ നിനക്ക് കുഞ്ഞുങ്ങളെ തരുമെന്ന് ദൈവം പറഞ്ഞതാ. പക്ഷെ പറഞ്ഞ ദൂത് കേട്ടത് അബ്രഹാമാ. തലമുറ ദൈവം കൊടുത്തപ്പോൾ അബ്രഹാം ഈ ഭൂമിയിലില്ല, പിതാക്കന്മാര് മാറ്റപ്പെട്ടു. പക്ഷേ പിതാക്കന്മാരുടെ ദൂത് പറഞ്ഞ ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവമാണ് പറഞ്ഞത്. ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ. ബെന്യാമീനെ പ്രസവിച്ച അമ്മ ആ സമയം തന്നെ മരിച്ചുപോയി. അമ്മ പാല് കുടിക്കാതെ വളർന്നു വന്നവൻ, ഒരുപക്ഷെ ചേർത്ത് നിൽക്കുവാൻ ആരുമില്ല എങ്കിലും ദൈവത്തിന്റെ സമയമായപ്പോൾ അമ്മയുടെ കരച്ചില് കേട്ട ദൈവം, അമ്മയുടെ കരച്ചില് കേട്ട ദൈവം ഈ ഇളയ മകനാകുന്ന ബെന്യാമീനെ ചിലതിന്റെ നായകനാക്കി മാറ്റി. ഇത് മനസ്സിലായി ദൈവത്തെ സ്തുതിക്കുകയാ. ചിലതിന്റെയൊക്കെ നായകനാക്കി. ആമേൻ, ആമേൻ. ഈ പദവിയൊന്നും നമുക്ക് ലഭിക്കേണ്ടതല്ല. ഹല്ലേലൂയ. ഈ പദവിക്കകത്ത് നമ്മൾ വരേണ്ടവരല്ല. പക്ഷെ ദൈവം നമ്മളെ കൊണ്ടുവന്നത് ആമേൻ ചില വാഗ്ദത്തങ്ങൾ നിന്റെ മാതാവിനോടോ നിന്റെ പിതാവിനോടോ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിനകത്തേക്കായിരിക്കും നമ്മളെ ദൈവം കൊണ്ടെത്തിക്കുന്നത്. കാരണം വാക്കു പറഞ്ഞ ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുന്നു. ആമേ, ഇനിയും നിങ്ങൾ നോക്കിക്കേ, രാജാക്കന്മാർ വാഴേണ്ട ആമേ ഗോത്രമേതാ? യഹൂദ ഗോത്രമാ. യഹൂദ ആരുടെ മകനാ? ലേയയുടെ 4ാമത്തെ മകനാ. യഹൂദയ്ക്ക് രാജ്യസ്ഥാനം ലഭിച്ചത്. യഹൂദയ്ക്ക് രാജ്യസ്ഥാനം ലഭിച്ചത്. യഹൂദ ഗോത്രക്കാരെ രാജാക്കന്മാരായി വരേണ്ടവരല്ല. പക്ഷെ ഇസ്രായേലിൽ 15 ന്യായാധിപന്മാരുടെ കാലഘട്ടം കഴിയുന്നു. ഒരു ന്യായപാലികയാകുന്ന ദെബോര ഉൾപ്പെടെ 15 ന്യായാധിപന്മാരുടെ കാലഘട്ടം കഴിഞ്ഞ് അവസാന ന്യായാധിപനാകുന്ന ശമൂവേലിനോട് ഇസ്രായേൽ പറയുകയാണ്, ഞങ്ങൾക്ക് ജാതികൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ നീ ഞങ്ങൾക്ക് വാഴിച്ചു തരണം. ശമൂവേല് ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവം പറയുകയാണ്, നീ അവർക്കൊരു രാജാവിനെ എന്ത് ചെയ്യണം? വാഴിച്ചു കൊടുക്കണം. ദൈവത്തിന്റെ ജനമേ, അങ്ങനെയെങ്കിൽ രാജാക്കന്മാർ വരേണ്ട ഗോത്രം യഹൂദ ഗോത്രമല്ലേ? യഹൂദ ഗോത്രത്തിൽ നല്ല അതല്ലേ രാജ്യസ്ഥാനം? അതല്ലേ രാജാക്കന്മാർ വരേണ്ട ഗോത്രം? അതല്ലേ യേശു യഹൂദ ഗോത്രക്കാരനല്ലേ? ആമേകല്ലേ ദാവീദ് യഹൂദ ഗോത്രക്കാരനല്ലേ? അങ്ങനെ നമ്മൾ ഓരോരുത്തരും നോക്കുമ്പോൾ രാജാക്കന്മാർ വന്ന ഗോത്രം യഹൂദ ഗോത്രമാ. യഹൂദ ഗോത്രത്തിൽ നിന്നാണ് രാജാക്കന്മാർ വരേണ്ടത്. പക്ഷെ ശമൂവേലിനോട് ദൈവം പറയുകയാണ്, ശമൂവേലേ, നാളെ ഈ നേരത്ത് അപ്പന്റെ കഴുതകളെ അന്വേഷിച്ച് ഒരുവൻ ഇതുവഴി വരുന്നുണ്ട്. അവന്റെ പേര് ശൗലെന്ന. ആമേൻ, ആമേൻ. ഇസ്രായേലിൽ തോൾ മുതൽ പൊക്കമുള്ളവനാ. മാത്രമല്ല അവന്റെ അവന്റെ അപ്പന്റെ പേര് കീശ് എന്ന. അവന്റെ അപ്പന്റെ ഗോത്രം ബെന്യാമീൻ ഗോത്രമാ. ദൂത് മനസ്സിലായോ? ദൈവത്തിന്റെ ജനമേ, ബെന്യാമീൻ ഗോത്രത്തിൽ കീശിന്റെ മകൻ ശൗലാണ് ഇസ്രായേലിന്റെ പ്രഥമ രാജാവ്. ആമേൻ. രാജാക്കന്മാര് വരണമെങ്കിൽ ആമേൻ യഹൂദ ഗോത്രത്തിന് വരേണ്ടത്. പക്ഷേ ഒരമ്മയുടെ കരച്ചിലിന് മുമ്പിൽ ചില നിയമങ്ങളെ ദൈവം മാറ്റി. ആമേൻ, ആമേൻ. ചില പാരമ്പര്യത്തെ ദൈവം മാറ്റിയിട്ട് ദൈവം കൊണ്ടുവന്ന ആ രാജാക്കന്മാരെ കൊണ്ടുവന്ന 1ാമത്തെ ഗോത്രം ബെന്യാമീൻ ഗോത്രമാ. റാഹേലിന്റെ 2ാമത്തെ മകനാ. അമ്മ മരിച്ചപ്പോൾ അമ്മ പ്രസവിച്ച മകനാണ് ബെന്യാമീൻ. പക്ഷെ ആ ബെന്യാമീന്റെ ഗോത്രത്തിനകത്തുനിന്ന് ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവ് പുറത്തു വരികയാ. കാരണം എന്തെന്നറിയണ്ടേ? ഒരമ്മയുടെ കരച്ചില. സ്തോത്രം. ദൈവത്തിന്റെ ജനമേ, അമ്മയുടെ കരച്ചിൽ, രാഹേലിന്റെ കരച്ചിൽ കേട്ട ദൈവം അവിടെ 2 തലമുറകളെയും മാനിച്ചു. യോസഫിനെ മിസ്രയീമിന്റെ 2ാമനാക്കി മാറ്റി.
ബെന്യാമീനെ നായകനാക്കി മാറ്റി. ചെറിയ ബെന്യാമീനാന്ന് അറിയപ്പെടുന്നുവെങ്കിലും അവൻ്റെ സ്ഥാനം പദവി നായകനായിട്ടാ. കാരണം എന്തെന്നറിയണ്ടേ? കരഞ്ഞൊരമ്മയുണ്ട് കേട്ടോ. രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനമായ നിലവിളിയുമാ. റാഹേൽ മക്കളെ ചൊല്ലി കരയുകയാ. അവർ ഇല്ലായകയാൽ അവർക്ക് ആശ്വാസം കൊയ്ക്കൾക്ക് മനസ്സില്ലായിരുന്നു. ഇനിയും എനിക്കൊരു ഉദരബലം ഉണ്ടായാൽ ഒരവകാശവും ബാക്കിയില്ല. പക്ഷെ ആ കരച്ചില് ദൈവം കേട്ടോ. ഒന്നാമത്തവനെ ആമെ മിസ്രൈമിന്റെ രണ്ടാമനാക്കി മാറ്റിയെങ്കിൽ, രണ്ടാമത്തെ ആമേഖല ബെന്യാമീനെ ആമെ നായകനാക്കി മാറ്റിയെങ്കിൽ, ഒരു ഗോത്രത്തിന്റെ പിതാവാക്കി മാറ്റിയെങ്കിൽ, ഇന്ന് പകൽക്കാലം ഒന്ന് ദൂത് കുറിച്ചിട്ട് ഒന്ന് ദൂതെന്ന് ഉറപ്പിച്ച് ആമെ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതിന്റെ ആഹാരം കൊടുക്കുന്ന ദൈവം, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നമ്മുടെ കരച്ചില് കേൾക്കുന്ന ദൈവമാ. എത്ര ദൂത് മനസ്സിലായി ഇന്ന് പകൽക്കാല. ഹല്ലേലൂയ. കണ്ണുനീരോടെ നിലവിളിക്കുന്ന ജീവിതമേ, എന്റെ കണ്ണുനീരിന് മറുപടി ഉണ്ടെന്ന് ദൈവാത്മാവ് ദൂത് കൈമാറുകയാ. ഈ ദിവസങ്ങളിൽ തലമുറ കൊണ്ട് കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ആ ദൂത് ഏറ്റെടുത്ത് യേശുവിന്റെ നാമത്തിൽ ജയം. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞിനും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. യേശു പറഞ്ഞു, ആകാശത്തിലെ പറവുകൾ നോക്കുവീ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും സ്വർഗസ്ഥാനങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരാ. ആ വിശേഷതയുള്ള നിങ്ങളുടെ കരച്ചില് സ്വർഗം കേൾക്കുമെന്ന് വചനം ഉറപ്പ് തരികയാ. ഒന്ന് ചാടി എഴുന്നേറ്റ്, എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ. യേശുവിൻ്റെ നാമത്തിൽ ജയം. കരയുന്ന വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ഇടപെടാൻ പോകുകയാ. ചില വിഷയത്തിനകത്തേക്ക് ദൈവം തന്റെ ദൂതനെ അയക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തേ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ആ മേഖല സഹോദരങ്ങൾക്ക് വേണ്ടി കരയുന്നവരുണ്ടെങ്കിൽ, രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെടാതെ കർത്താവിന്റെ പാദപട വരാതെ മദ്യപാനത്തിന് അടിച്ചായവർക്ക് വേണ്ടി കരയുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ ദൂത് കുറിച്ചിട്ടോ നിങ്ങൾ ആ കരയുന്ന വ്യക്തിയെ ഈ പെട്ടകത്തിനകത്ത് കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ആമേ, ചില ഉദരബലങ്ങൾ ചില സഹോദരങ്ങൾക്ക് വേണ്ടി കരയുന്ന സഹോദരിയെ, എന്റെ കരച്ചില് എന്റെ സഹോദരന്റെ കുടുംബമായി ദൈവത്തിന്റെ കൃപയ്ക്കകത്ത് ദൈവം കൊണ്ടുവരുന്ന ദിവസം വിദൂരമല്ലെന്ന് ദൈവാത്മാവ് ദൂത് കൈമാറുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുരുകൻ എന്ന് പറയുന്ന വ്യക്തി ആ മേഖല അവരോട് പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ശക്തമായ ദൂത് കൈമാറുകയാ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ, സ്തോത്രം. ആമേ, ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ ചില ഗോത്രങ്ങളെ പോലും അവരുടെ കൂടാരങ്ങൾക്കകത്ത് നിന്ന് ആ മേഖലയിലെ കുടുംബത്തിനകത്ത് നിന്ന് അവൻ ഒരു വലിയ കൂട്ടത്തെ പിടിച്ചുകൊണ്ട് വരുന്ന കൃപ നിന്റെ മകന്റെ മേൽ ദൈവം പകരുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ യേശുവിന്റെ നാമത്തിൽ. കാരണം അവർ രുചിച്ചറിഞ്ഞ ഈ യേശുവിനെ അവർ ഉയർത്തുമ്പോൾ അവരോട് ചേർന്ന് ആ ഒരു വലിയ അവരുടെ കുടുംബങ്ങളും മുഴുവൻ യേശുവിലേക്ക് വരുന്ന ഒരനുഭവത്തിലേക്ക് ആ സഹോദര ദൈവം അഭിഷേകം ചെയ്യുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അസ്വസ്ഥക്കായി ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ കാലാകാര പകൽക്കാലം ദൈവത്തിന്റെ ജനമേ, റോഡിന്റെ വഴിത്തലയ്ക്കൽ ഞങ്ങളുമായി കരയുവാൻ പോലും കഴിയാതെ 1.5 വയസ്സുള്ള ഏഴാകം നടിയനെയും 4 വയസ്സുള്ള ജ്യേഷ്ഠനുമായി ചങ്ങനാശ്ശേരി തിരുവല്ല റോഡിന്റെ വഴിയോരങ്ങളിൽ അല്പമാഹാരത്തിന് വകയില്ലാതെ വണ്ണം കടത്തണകളിൽ കിടന്നുറങ്ങിയപ്പോൾ കരയാൻ മറന്നുപോയ മാതാവിന്റെ ഉള്ളിന്റെ നൊമ്പരം കണ്ടൊരു ദൈവം. ആ മാതാവിന്റെ 2ാമത്തെ മകനെ, അന്നത്തെ 1.5 വയസ്സുകാരനെ ദൈവം ഇന്ന് ഹല്ലേലൂയ കർത്താവിന്റെ കൃപയുടെ ശുശ്രൂഷയിൽ എന്റെ ദൈവം നിർത്തിയെങ്കിലോ ഞാനൊരു ദൂത് കൈമാറാൻ പോകുകയാ. ചില തലമുറകളെ ദൈവത്തിന് വേണമെന്നേ ഇന്ന് പകലേശു കുഞ്ഞ ദൈവത്തിലേക്ക് കേൾപ്പിച്ച ചില തലമുറകളെ ദൈവത്തിന് വേണം. ഈ കാലഘട്ടം യേശുവിന്റെ വരവ് താമസമെങ്കിൽ എന്റെ കാലത്ത് കർത്താവിന് പ്രയോജനപ്പെടുന്ന കുഞ്ഞുങ്ങളെ എന്റെ യേശുവിന് വേണം.
എന്റെ അതിശക്തമായി പ്രാർത്ഥിക്കാം. യേശുവിന്റെ തലമുറകളെ ദൈവത്തിന് വേണം. ഈ ദിവസങ്ങളിൽ ആ ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ ദൈവം പുറത്തു കൊണ്ടുവരുന്ന ദിവസത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവിക വിടുതലുകൾ എന്റെ കുഞ്ഞിന്റെ മേൽ ശക്തിയോടെ വ്യാപരിക്കട്ടെ. ഓ രക്തം ക്ഷയമെടുത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ കണ്ണുകളും നമുക്ക് ഒരുമിച്ച് അടയ്ക്കാം. തിരുവെഴുത്ത് വായിക്കുന്നു, എന്നാൽ മറിയ പുറത്ത് കല്ലറയ്ക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. മഗ്ദലക്കാരത്തി മറിയ ആ കല്ലറ വിട്ട്, യേശുവിനെ അടക്കിയ കല്ലറ വിട്ടു പോകാൻ മനസ്സില്ലാതെ നന്നേ വെളുപ്പിനെ അവളും സഹോദരിമാർ ഒരിക്കൽ സുഗന്ധവർഗം എടുത്തുകൊണ്ട് യേശുവിൻ്റെ ഭൗതിക ശരീരത്തിൽ അത് പൂശുവാൻ വേണ്ടി അവര് ആവലോടെ വരുന്ന സമയം, ദൈവത്തിൻ്റെ ജനമേ, കല്ലറയുടെ കല്ല് മാറ്റപ്പെട്ട് അതിനകത്ത് കല്ലേലിയാക്കി വെച്ച യേശുവിൻ്റെ ഡെഡ് ബോഡി ഇല്ലാതെ യേശുവിനെ ചുറ്റിയ ശീലകൾ മാത്രം ആ മേഖലയിലകത്ത് രണ്ട് ദൂതന്മാരെ കാണുമ്പോൾ ശിഷ്യന്മാരുടെ കൂടെയുള്ള ശിഷ്യന്മാർ ഓടി വന്ന്, യാക്കോബ് യോഹന്നാനെല്ലാം പത്രോസെല്ലാം ഓടി വന്ന് യേശുവിൻ്റെ ഭൗതിക ശരീരമില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവരാ കല്ലറ വിട്ട് പുറകോട്ട് പോയപ്പോൾ ഒരാൾക്ക് മാത്രം കല്ലറ വിട്ട് തിരിച്ചു പോകാൻ കഴിയാതെ അവൾ പുറത്ത് കല്ലറയ്ക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. അത് മഗ്ദലക്കാരത്തി മറിയ എന്ന് വചനം വായിക്കുകയാ. 7 ഭൂതത്താൽ പിടിക്കപ്പെട്ട അവൻ ആ സ്ത്രീയെ ആ ഭൂതത്തിനകത്തുനിന്ന് യേശു വിടുവിച്ച് ഒരു മാന്യയായ സ്ത്രീയാക്കി അവളെ പുറത്തു കൊണ്ടുവന്നത് കൊണ്ട് തന്നെ അവൾക്ക് യേശുവിനെ വിട്ട് പോകാൻ കഴിയാതെ അവൾ തോട്ടക്കാർ നിരൂപണ യേശുവോട് പറയുകയാണ്, എൻ്റെ പ്രിയനെ എവിടെയാ നീ എടുത്തുകൊണ്ട് വെച്ചത്? ഇഞ്ഞുതാ, ഞാൻ അവനെ കൊണ്ടുപോയിക്കൊള്ളാമെന്ന് പറയുന്ന സമയം ദൂതൻ ചോദിക്കുന്നു, സ്ത്രീയെ നീ കരയുന്നത് എന്താ? യേശു ചോദിക്കുന്നു, സ്ത്രീയെ നീ കരയുന്നത് എന്താ? ഇവച്ചന്റെ ജനമേ, യേശുവാണെന്നറിയാതെ അവൾ നിന്ന് കരയുമ്പോൾ അവസാനം യേശു അവളുടെ പേര് വിളിച്ച് അവളുടെ അടുക്കിലേക്ക് വരികയും മറിയയെ എന്ന് വിളിക്കുമ്പോൾ അവൾക്കറിയാം ക്രിസ്തുവാണ് അവളെ അങ്ങനെ വിളിച്ചത്. അവൾ ഗുരുവേ എന്നും പറഞ്ഞുകൊണ്ട് യേശുവിനെ ഓടിച്ചെന്ന് തൊടാൻ ചെല്ലുമ്പോൾ യേശു പറഞ്ഞൊരു പദം നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്നെ തൊടരുത്, പിതാവിൻ്റെ അടുക്കൽ കരേറിപ്പോയിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യം ചെല്ലേണ്ടത് പിതാവിൻ്റെ അടുക്കല. ഈ മേഘമണ്ഡലത്തെ താണ്ടി, ഈ നക്ഷത്രമണ്ഡലത്തെ താണ്ടി സ്വർഗത്തിൽ പിതാവിൻ്റെ അടുക്കൽ ചെല്ലേണ്ട കർത്താവ്, ഉയർത്തെഴുന്നേറ്റ് അവിടേക്ക് ചെല്ലേണ്ട കർത്താവ് അവിടേക്ക് ചെല്ലാതെ ആദ്യം വന്നത് കരയുന്നവരുടെ മുൻപിലേക്കാ, കണ്ണുനീരൊഴുക്കിയുടെ മുൻപിലേക്കാ. ഒന്നും കൂടെ ഇറങ്ങി പറഞ്ഞാൽ, എന്നെ കേൾക്കുന്ന ജീവിതമേ, നമ്മുടെ കണ്ണുനീരിനെ മറികടക്കാത്തൊരു ദൈവമാ നമ്മുടെ കർത്താവ്. അവൻ ചോദിക്കുന്നു, കുഞ്ഞെ നീ കരയുന്നതെന്താ? സ്ത്രീയെ നീ കരയുന്നതെന്താ? ഇന്ന് പകൽക്കാലം ദൈവസഭയോട് ഞാൻ ദൂത് കൈമാറുകയാ. ഈ ദിവസങ്ങളിൽ ആത്മാക്കളുടെ ദാഹത്തിന് വേണ്ടി കരയുന്ന സഭയെ, ഇതിനകത്തൊരു വലിയ കൂട്ടത്തെ ദൈവം കൊണ്ടുവരട്ടെ. എല്ലാ കണ്ണുകളും അടയട്ടെ. ഒരുമിച്ച് ഒരു പാട്ടിൻ്റെ ശീല് ചേർന്ന് പാടി, കർത്താവിൻ്റെ ദാസൻ ഒരു പാട്ടിൻ്റെ ശീലൊന്ന് പാടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുവുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുവുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുവുണ്ട്. ആരെല്ലാം നിന്നെ അകറ്റി നീറുത്തിയാലും, ആരെല്ലാം നിന്നെ അകറ്റി നീറുത്തിയാലും നെഞ്ചോട് ചേർക്കുന്നോരേശുവുണ്ട്. നിന്നെ നെഞ്ചോട്
കണ്ണീരു വീണാലും തൊപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുവുണ്ട്. ഓ, തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുവുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കേൾക്കപ്പെട്ട വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്നുകൂടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഈ പകൽ ദൈവം നമ്മളെ ദൈവാലയത്തിനകത്ത് കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തി. സംഗീതക്കാരൻ നമ്മളെ ഓർപ്പിച്ച വചനം, അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം. ആ ദൈവം നമ്മുടെ കരച്ചിൽ കേൾക്കുന്ന ദൈവമാണെന്ന് തിരുവചനത്തിനകത്ത് ദൈവം നമുക്ക് തെളിയിച്ചു തരുവാനിടയായി. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് പകൽ ഹല്ലേലൂയ ആമേൻ ദൈവകരത്തിലേക്ക് നമ്മെ ഒന്ന് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് എല്ലാവരും ഒന്ന് കണ്ണടച്ച് ഒന്ന് ദൈവകരത്തിലേക്ക് നേൽപ്പിച്ചു കേൾക്കപ്പെട്ട വചനപ്രകാരം ആമേൻ ഹല്ലേലൂയ. തലമുറകളെ മാനിക്കുന്ന ആമേൻ ദൈവസഭയെ അനുഗ്രഹിക്കുന്ന സുവിശേഷ പ്രവർത്തനത്തിൽ പോലെ കുഞ്ഞുങ്ങളെ അനുഗ്രഹമായി കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഒരുക്കുന്ന ആത്മസാന്നിധ്യം അവരായിരിക്കുന്നിടത്ത് ദൈവം വെളിപ്പെടുത്തുമാറാകട്ടെ. ദൈവമേ, ഇവിടെ ആയിരിക്കുന്ന ദൈവസഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ആമേൻ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസിയെ ദൈവത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം കടന്നു വന്നതിൻ്റെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, കേൾക്കപ്പെട്ട വചനം അവരുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ദൈവമേ സ്തോത്രം. ഇന്ന് പകൽ ദൈവമേ കാരാഗ്രഹത്തിനകത്തുനിന്ന് ദൈവമേ ഹല്ലേലൂയ ദൈവം മാനിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങളെ കേൾപ്പിക്കുവാനിടയായി. ഒന്നുമില്ലാത്ത സ്ഥാനത്തുനിന്ന് ദൈവം ഞങ്ങളെ നായകനാക്കി മാറ്റുന്ന വചനമാണെന്ന് ദൈവം ഞങ്ങളെ കേൾപ്പിക്കുവാനിടയായി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഈ വാത്സല്യ ദൈവസഭയെ കടന്നു വന്ന വിശ്വാസികളെ ദൈവം മാനിച്ച് അനുഗ്രഹിക്കുമാറാകണമെന്ന് ഞാൻ ഈ വചനപ്രകാരത്തിൻ്റെ കുഞ്ഞുങ്ങളെ ആമേൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ രക്തം ജയം.